ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. നമ്മുടെ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ 2 പാർട്ട് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പോളിമറൈസേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഓക്കെ, അപ്പൊ എന്താണ് പോളിമറൈസേഷൻ നമുക്ക് നോക്കാം. അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ട് സാറെ വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സാധാരണ നമ്മൾ 150 വ്യൂസ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യുകയാണ്. സോ സാധാരണ പഠിച്ചു വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് പോളിമറൈസേഷൻ, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഒരു ബുക്കും പേനൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളൂ, എന്നിട്ട് ഈ പറയുന്ന നോട്ട്സ് അപ്പൊ തന്നെ എഴുതി പൊക്കുള്ളൂ കേട്ടോ. യെസ്, എന്താണ് പോളിമറൈസേഷൻ? അതിനു മുന്നേ നമുക്ക് നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഒരു സാധനം ഒഴിവാക്കാൻ പറ്റില്ല. എന്താണത്? കുട്ടികളൊക്കെ ആണെങ്കിൽ അത് എന്തായാലും വേണം. എന്തായിരിക്കും? ബലൂൺ അല്ലെ? ബലൂൺ. അപ്പൊ ഈ ബലൂൺ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതാണ് സാറിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ബലൂണിന്റെ പേര് കെമിസ്ട്രിയിൽ ബലൂൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ എന്തായിരിക്കും പറയാം? ബലൂണിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാറ് പറയും, ഓക്കെ, ബലൂണിന്റെ പേര് പോളി സാധനമാണ് ബലൂൺ. പോളി എന്താണ്? ഐസോപ്രീൻ. ബലൂൺ എവിടെ നിന്നാണ് ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, അത് നാച്ചുറൽ റബ്ബർ കാണാത്തവരായിട്ട് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ചെന്ന് ഇങ്ങനെ ഒരു ചിരട്ട വെച്ചിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ പാല്, അതിന്റെ റബ്ബർ പാല് ഒഴിച്ചു പോകും. ഇതിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? ബലൂൺ ഉണ്ടാക്കും. അപ്പൊ ഈ ബലൂണൊക്കെ എത്ര കൊല്ലം മുന്നേ ഇവിടെ ഉണ്ടെന്ന് അറിയോ? 1824 നമ്മുടെ മൈക്കിൾ ഫാരഡേ, അതായത് കറണ്ട് കണ്ടുപിടിച്ചാണ് ബലൂൺ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ്. അന്നൊക്കെ ബലൂൺ കളിക്കാൻ വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത്, നമ്മുടെ ഈ സയന്റിഫിക് ആയിട്ടുള്ള കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് ബലൂൺ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഈ ബലൂൺ എന്ന് പറയുന്നത് ചെറിയ 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 റബ്ബറിന്റെ കണികകൾ ചേർന്നിട്ടുള്ളതാണ്. ആ ചെറിയ 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 റബ്ബറിന്റെ കണികൾക്ക് എന്ത് പേരിടും? ആ പേരാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഐസോപ്രീൻ. എന്താണ്? ഐസോപ്രീൻ. അപ്പൊ ഇങ്ങനെ കുറെ റബ്ബർ കണികൾ, ഇതൊരു കണിക, ഇതൊരു കണിക, ഇതൊരു കണിക, ഇതൊരു കണിക, ഇതൊരു കണിക, പാർട്ട്, കുറെ കുഞ്ഞു കുഞ്ഞു പാർട്ടുകൾ. ഈ ഓരോ കുഞ്ഞു 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 പാർട്ടിന്റെ പേരെന്താണ്? ഐസോപ്രീൻ. ഇതിന്റെ പേര് എന്താണ്? ഐസോപ്രീൻ. ഇതിന്റെ പേര് 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 ഐസോപ്രീൻ. എല്ലാവരുടെ പേര് ഐസോപ്രീൻ. ഐസോപ്രീൻ പ്ലസ് ഐസോപ്രീൻ പ്ലസ് ഐസോപ്രീൻ പ്ലസ് ചേർന്നപ്പോ എന്തായി? പോളി ഐസോപ്രീൻ. അപ്പൊ പോളി എന്തായിരിക്കും? പോളി എന്ന വാക്കിന്റെ അർത്ഥം മിനി, കുറെ. പോളി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുറെ. അപ്പൊ ഈ കുറെ ആര് ചേർന്നു ഇവിടെ? ഐസോപ്രീൻ ചേർന്നു. കുറെ ആര് ചേർന്നു? ഐസോപ്രീൻ. ഈ ഐസോപ്രീനെ നമുക്ക് ജനറൽ ആയിട്ട് മോണോമർ എന്ന് വിളിക്കാം. എന്താണ്? മോണോമർ. അപ്പൊ മക്കളെ, മോണോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ പോളി ആയിട്ടുള്ള വലിയൊരു ഒരു സംയുക്തം നമ്മൾ എടുത്താൽ അത് എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ ചെറിയ 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 ഓരോ പാർട്ടിന്റെയും ഓരോ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോമർ. അപ്പൊ ഈ പറയുന്ന ബലൂണിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്. ക്ലിയർ ആണോ? ബലൂണിന്റെ പോളിമർ എന്താണ്? പോളി ഐസോപ്രീൻ. അപ്പൊ സാറോട് ഒരു വാക്ക് ഉപയോഗിച്ചു, പോളിമർ. എന്ന് പറഞ്ഞപ്പോ എന്താണ്? കുറെ മോണോമറുകൾ ചേർന്നതിനെ വിളിക്കുന്ന പേരാണ്, ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് പോളിമർ. എന്താണ് വിളിക്കുക? പോളിമർ. അങ്ങനെയുള്ള ഒരു പോളിമർ നിങ്ങളുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ വീട്ടില് ഈ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കൊണ്ടുവരുന്നത്, ഫോർ എക്സാമ്പിൾ ഇതാണ് നിങ്ങളുടെ വീട് വിചാരിക്കാം. നിങ്ങളുടെ വീടിന്റെ മുകളിൽ ഒരു വാട്ടർ ടാങ്ക് വിചാരിക്കാം. ഈ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഒരു പൈപ്പ് ഉണ്ടല്ലേ. ഈ പൈപ്പിന്റെ പേര് PVC എന്നാണ്. ഇതിന്റെ പേര് PVC. അതായത് ആ പൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് PVC എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. ഈ PVC എന്ന് പറയുന്ന മെറ്റീരിയൽ, അതിനകത്ത് P എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പഠിച്ചു. P എന്ന് പറഞ്ഞാൽ പോളി. അപ്പൊ പോളി VC സാർ പറയാൻ എന്താന്ന് ഇപ്പൊ പറയാം. ഇപ്പൊ പോളി ആണല്ലോ PVC എന്ന് പറയുന്നത്. അപ്പൊ PVC എന്ന് പറയുന്ന ഒരു പോളിമറാണ്. ഇതെന്താണ്? ഒരു പോളിമറാണ് മക്കളെ. എന്താണ് അപ്പൊ പോളിമർ എന്ന് പറഞ്ഞാൽ? കുറെ മോണോമറുകൾ ചേർന്നതാണ് പോളിമർ. അപ്പൊ PVCയിലെ മോണോമർ ആരായിരിക്കും എന്ന് അറിയാമോ? VC. കുറെ VCകൾ, അതായത് VC+, അങ്ങനെ കുറെ VCകൾ ചേർന്നപ്പോ എന്തുണ്ടായി? PVC. മക്കളെ ശ്രദ്ധിക്കാം, കുറെ VCകൾ ചേർന്നപ്പോ എന്തുണ്ടായി? PVC. ആ P എന്തിനാ സൂചിപ്പിക്കുന്നത്? പോളിമർ. അപ്പോ ഈ VC ഒക്കെ എന്തായിരിക്കും? VC എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിന്റെ
മോണോമറുകളാണ്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് VC ഫുൾ ഫോം എന്താണ് സാർ? വീനൈൽ ക്ലോറൈഡ്. എന്താണ്? വീനൈൽ ക്ലോറൈഡ്. അപ്പൊ നമുക്ക് നോക്കാം. PVC. ഇപ്പൊ നമ്മുടെ വീട്ടിലെ പൈപ്പ്, ഈ പൈപ്പ് എടുത്തു സാറ്, കണ്ടോ? പൈപ്പ് എടുത്തു. ഈ പൈപ്പില് ഇതിന്റെ പേര് PVC പൈപ്പ് എന്നാണ്. നിങ്ങള് ചേട്ടന്മാരൊക്കെ പറയണേ PVC പൈപ്പ് ഒരെണ്ണം വാങ്ങിച്ചു അല്ലെ? ആ PVC എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി അറിയണം, P മീൻസ് പോളി, ഓക്കെ, V മീൻസ് വീനൈൽ, C മീൻസ് ക്ലോറൈഡ്. അപ്പൊ പോളി വീനൈൽ ക്ലോറൈഡ് എന്നാണ് നമ്മുടെ ഈ പൈപ്പിന്റെ രാസനാമം. മനസ്സിലായോ? കെമിക്കലി നമ്മൾ എന്താ പറയാ, അത് പോളി വീനൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതൊരു പോളിമറാണ്. പോളിമറാണ്. എന്താണ് പോളിമർ? കുറേ മോണോമറുകൾ ചേർന്നതാണ് എന്ത് പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ PVC പൈപ്പിലെ മോണോമറിന്റെ പേരെന്താണ്? മോണോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്. അപ്പൊ PVC പൈപ്പിലെ മോണോമറിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ആ P ഒഴിവാക്കി പറഞ്ഞാൽ മതി, അതായത് വീനൈൽ ക്ലോറൈഡ്. ഇതാണ് മോണോമർ. മനസ്സിലായോ? എന്താണ് മോണോമർ എന്ന് പറഞ്ഞ ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്, ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ കാരണക്കാരനായിട്ടുള്ള ആ ചെറിയ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ മോണോമർ ചേർന്ന് മോണോമർ പ്ലസ് മോണോമർ പ്ലസ് മോണോമർ പ്ലസ് മോണോമർ പ്ലസ് മോണോമർ എന്തായിട്ട് മാറും? പോളിമർ. പോളിമർ. മനസ്സിലായോ? അപ്പൊ മോണോമറുകളെല്ലാം ചേർന്ന് എന്തായി മാറും? പോളിമർ ആയിട്ട് മാറും. അപ്പോ ഇതെന്താണ്? പൈപ്പ് PVC എന്ന് പറഞ്ഞാൽ എന്താ? പോളിമർ ആണ്. പോളി വീനൈൽ ക്ലോറൈഡ്. ക്ലിയർ ആണോ? അപ്പൊ പോളിമർ എന്ന വാക്കിന് ഇത്രയുള്ള മക്കളെ അർത്ഥം കുറെ മോണോമറുകൾ ചേർന്നത്. എന്താണ് മോണോമർ? ആ പോളിമർ ഉണ്ടാക്കുന്ന ഏറ്റവും ചെറിയ ഘടകം, ഏറ്റവും ചെറിയ യൂണിറ്റ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ട്, അതിനെയാണ് നമ്മൾ മോണോമർ എന്ന് പറയുന്നത്. അങ്ങനെ മോണോമറുകൾ ചേർന്ന് പോളിമർ ഉണ്ടാവുന്ന പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ. 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 അപ്പൊ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ ഈ വീഡിയോന്റെ തമ്പനയിൽ കടന്നുണ്ടാവും, പോളിമറൈസേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് അല്ലെ? പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറെ മോണോമർ ചേർന്ന് കോമ്പൗണ്ടായി മാറി, പോളിമറായി മാറി. ആ പ്രവർത്തനത്തിന്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിമറൈസേഷൻ. നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ പല്ലേക്കാറില്ലേ? പല്ലേക്കും അല്ലെ? പല്ലേക്കുമ്പോൾ നിങ്ങൾക്ക് ആ നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് ഒക്കെ ഏതിനകത്തായിരിക്കണം? ഒരു ചെറിയ ട്യൂബിനകത്താണ് ഇരിക്കുന്നത് അല്ലെ? ഒരു ട്യൂബ് ഉണ്ട് ഇങ്ങനെ അടപ്പനുള്ളത്. നമ്മൾ ഇത് നെക്കിയിട്ടാണ് എന്താണ് പേസ്റ്റ് പുറത്തേക്ക് എടുക്കുന്നത് അല്ലെ? അപ്പൊ മലയാളികളുടെ പൊതുവായ സ്വഭാവം എന്താണ്? പേസ്റ്റ് ഈ അറ്റം മുതൽ അറ്റം വരെ എടുക്കും അല്ലെ? ശരിക്കും അത്രയും പേസ്റ്റ് ഒന്നും വേണ്ട, പകുതി മതി. പക്ഷെ നമ്മള് ഈ അറ്റം മുതൽ അറ്റം വരെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ തേക്കുക അല്ലെ? അപ്പൊ ഈ കൂടുണ്ടല്ലോ, ഇപ്പൊ അതിനകത്ത് കുറെ മെറ്റീരിയൽസ് ഒക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഈ കൂടിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താന്ന് പറയുമ്പോൾ പൊളിത്തീൻ. പൊളിത്തീൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ പൊളിത്തീൻ ഷീറ്റുകൾ, പൊളിത്തീൻ കവറുകൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ, പൊളിത്തീൻ. പൊളിത്തീൻ, POLY, പൊളിത്തീൻ, PNE, പൊളിത്തീൻ. പൊളിത്തീൻ. ഓക്കെ, ആക്ച്വലി ഇതിന്റെ കെമിക്കൽ നെയിം എന്ന് പറഞ്ഞാൽ പൊളിത്തീൻ എന്നല്ല, പോളി ETHENE, പോളിഇഥീൻ. പോളിഇഥീൻ. അപ്പോ ഈ പോളിഇഥീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആക്ച്വലി എന്താണ്? ഒരു പോളിമർ ആണ്. പോളിമർ ആണ്. അപ്പൊ എന്റെ ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് മോണോമർ? കമന്റ് ചെയ്യുക. ഈ പോളിഇഥീന്റെ മോണോമർ എന്താ? വളരെ ഈസിയാണ് മക്കളെ. ഈ പോളി അങ്ങോട്ട് ഒഴിവാക്കുക, ബാക്കിയുള്ള പേരാണ് എന്ത്? മോണോമർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മോണോമർ എന്താണ്? ETHENE. ഈഥീൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? C ഡബിൾ ബോണ്ട് C H2CH2, ഈഥീൻ. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പാർട്ട് 1ലും അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റർ 1ലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇയാൾ ആര്? ഡബിൾ ബോണ്ട് ഉള്ള ആൽക്കീനാണ് ഈഥീൻ എന്ന് പറയുന്നത്. അപ്പോ ഇതൊരു കോമ്പൗണ്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പോളിത്തീൻ. ഓക്കെ, അത് പോളിത്തീൻ എന്നും പറയാം, പോളിഇഥീൻ എന്നും പറയാം. രണ്ടും ശരിയാണ്. അതായത് കോമൺ ആയിട്ട് പറഞ്ഞാണ് ഇതാണ് ഇതിന്റെ കെമിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ. അപ്പൊ ആ പോളി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്ത് മോണോമർ ആരാണ്? ഈഥീൻ. എന്താണ് മോണോമർ? ഈഥീൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിന്റെ റിയാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇപ്പൊ പഠിച്ചത് എന്താ? വാട്ട് ഈസ് പോളിമറൈസേഷൻ. അപ്പൊ നമുക്ക് അതൊന്നും എഴുതാം. ഓക്കെ, അപ്പൊ മക്കളെ എന്താണ് പോളിമറൈസേഷൻ? അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെഫിനിഷൻ കണ്ടൊന്നും നിങ്ങൾ ഞെട്ടേണ്ട, വളരെ ഈസിയാണ്. ആദ്യം തന്നെ ഇത് എന്താണെന്ന് നോക്കാം. മോണോമർ, ചെറിയ 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 പാർട്ടുകൾ.
ചേർന്ന് വലിയ കോംപ്ലക്സ് പാർട്ടികൾ പോളിമറുകൾ ഉണ്ടാവും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താ പോളിമറൈസേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ സാർ പറയാം. നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ദോശ ചുടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് പിടിക്കും, പക്ഷെ ഇപ്പൊ പിടിക്കൂല. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു സാധനം ഉണ്ട്, എന്താണെന്നറിയോ? നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. കണ്ടോ? നോൺ സ്റ്റിക്ക് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിന്റെ ഉള്ളിൽ ഒരു കറുത്ത സാധനം ഇങ്ങനെ പൂച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കണ്ട, വെളിച്ചെണ്ണ ഒഴിക്കാതെ തന്നെ നമുക്ക് ആ ദോശയൊക്കെ അതിനകത്ത് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു പൂശിരിക്കുന്ന സാധനത്തിന് ഒരു പേരുണ്ട്, അതിന്റെ പേരാണ് ടെഫ്ലോൺ. എന്താണ് ടെഫ്ലോൺ? ഇതൊരു പോളിമറാണ്. എന്താണ് ഒരു പോളിമർ? അപ്പൊ സാറേ അത് പോളിമർ ആണെങ്കിൽ അതിനൊരു മോണോമർ ഉണ്ടാവും. അതിന്റെ പേരെന്താണ് സാറേ? പറയാം. അപ്പൊ ഈ ഇവിടെ പൂശിരിക്കുന്ന ഈ കറുത്ത സാധനം ഉണ്ടല്ലോ, ഈ കറുത്ത സാധനം ചെറിയ 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 കുറെ മോണോമറുകൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ മോണോമറുകളുടെ പേരെന്താണ് അത് നമുക്ക് നോക്കാം. മൊത്തത്തില് ഇതിന് ചുരുക്കി ഇതിന്റെ പോളിമർ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് നമ്മൾ നേരത്തെ PVC എന്ന് എഴുതിയ പോലെ PTFE. നിങ്ങൾ തന്നെ ഇതിന്റെ പേര് പറയും, നിങ്ങൾ തന്നെ പറയും. നമുക്ക് നോക്കാം. പി നിങ്ങൾക്ക് അറിയാലോ എന്താണ് പി? പോളി. അപ്പൊ അത് കിട്ടി. ഈ കുറച്ചു നേരം മുന്നേ സാറ് നിങ്ങളെ പഠിപ്പിച്ചു. ഓക്കെ, അതും കിട്ടി. ഈ നിങ്ങളുടെ മുന്നിലുള്ളത് രണ്ട് സാധനങ്ങളാണ്, ടിയും എഫും. എഫ് നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളതെന്ന് അറിയാമോ? നിങ്ങൾ ക്ലോറിൻ ബോമിൻ അഡിനിൻ സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ 17ാമത്തെ ഗ്രൂപ്പിലെ, അല്ലെങ്കിൽ നിങ്ങൾ നെയിമിങ് പഠിച്ചപ്പോ ക്ലോറിൻ എന്ന ക്ലോറോ ചേർക്കണം, എഫ് എന്ന ഫ്ലൂറോ ചേർക്കണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ എഫ് എന്ന എന്ത് ചേർക്കണം? ഫ്ലൂറോ. എന്താണ് ഫ്ലൂറോ? സോ എഫ് മീൻസ് ഫ്ലൂറോ. മക്കളെ എന്താ കിട്ടി? പി കിട്ടി, പോളി. അത് പഠിക്കേണ്ട ആവശ്യമില്ല, പി എനിക്കറിയാം. പോളി എല്ലാ പോളിമറിന്റെ തുടക്കം പി ആണ്. അപ്പൊ പോളി. ഈ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഈസിയാണ്. എഫ് എനിക്കറിയാം, ഫ്ലൂറോ. ടി എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ടി എന്താ? അത് വേറൊരു എക്സാമ്പിൾ പറയാം സാർ. നിങ്ങൾ നെയിമിങ് പഠിച്ചപ്പോൾ പാർട്ട് 1 മുതൽ 7 വരെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ട കുട്ടികളോടാണ് ഞാൻ ഈ പറയണത് കേട്ടോ, അല്ലെങ്കിൽ അവരത് വീഡിയോ കാണാം, അപ്പൊ അവർക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. 2 മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ നമ്മൾ ഡൈമീഥൈൽ എന്ന് പറയും. 3 മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ ട്രൈമീഥൈൽ എന്ന് പറയും. 4 എണ്ണം വന്നാണ് സാർ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, ടെട്രാ. എന്താണ്? ടെട്രാ. അപ്പോ ഈ ടീക്ക് നമുക്കൊരു പേര് കൊടുക്കാം, ദാറ്റ് ഈസ് ടെട്രാ. ഓക്കെ, അപ്പൊ പി എന്താണ് മക്കളെ? പോളി. ടി എന്താണ്? ടെട്രാ. എഫ് എന്താണ്? ഫ്ലൂറോ. ഇ എന്താണ്? ഈഥീൻ. അപ്പോ ഈ നിങ്ങളുടെ വീട്ടിലെ ഈ പറയുന്ന ചട്ടിയുടെ അകത്ത് പൂശിയിരിക്കുന്ന അതിന്റെ പോളിമറിന്റെ പേര് നിങ്ങൾക്ക് കിട്ടി, പഠിക്കാതെ തന്നെ കിട്ടി. എന്താണ് എന്റെ പേര്? പോളി. ടി, ടെട്രാ, എഫ്, ഫ്ലൂറോ, ഈഥീൻ. എന്താണ് പേര്? പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. കിട്ടിയല്ലോ. സാറോടൊന്ന് എഴുതാം, പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അപ്പൊ എന്റെ ചോദ്യം, ഇത് ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ മോണോമറിന്റെ പേരെന്താ? അതിന് ഈ പി അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. PFE ഇതാണ് അതിന്റെ മോണോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി പോളി ഒഴിവാക്കി കഴിഞ്ഞാൽ ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അപ്പൊ മക്കൾ ഇതേപോലത്തെ കുറെ ടെട്രാ ഫ്ലൂറോ ഈഥീൻ ഒക്കെ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഈ പറയുന്ന പോളി ടെഫ്ലോൺ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഓരോന്നിനും നമ്മൾ എന്താ വിളിക്കുക? മോണോമറുകൾ. ഈ മോണോമറുകൾ ചേർന്നുണ്ടായി ഈ കോമ്പൗണ്ടിനെ ജനറൽ ആയിട്ട് നമ്മൾ എന്ത് വിളിക്കും? പോളിമർ. ഓക്കെ, ക്ലിയർ? ഇതെന്താണ്? മോണോമർ. ക്ലിയർ? മോണോമർ നമ്മൾ എടുത്ത ചെറിയൊരു സാധനമാണ്. മോണോമറുകൾ ചേർന്നിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള വലിയൊരു കോമ്പൗണ്ട് ഉണ്ടായി, അതിനാണ് പോളിമർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പോളിമർ ഉണ്ടാവുന്ന ഈ പ്രവർത്തനത്തിന് വിളിക്കുന്ന പേരെന്താണ്? പോളിമറൈസേഷൻ. കിട്ടിയോ? അപ്പൊ എന്താണ് പോളിമറൈസേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ്. ഇതൊരു പ്രോസസ്സാണ്, പ്രവർത്തനവും. വിച്ച് അതിനകത്ത് എന്താ സംഭവിക്കും? ഇൻ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ് മീൻസ് മോണോമർ എന്ന് വെച്ചാൽ എന്താ? ഒരു യൂണിറ്റ് ഓർ പാർട്ട് അല്ലെ? ജോയിൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. ഒരെണ്ണത്തിന്റെ കൂടെ ഒരെണ്ണം ഇങ്ങനെ ആഡ് ചെയ്ത് ടുഗദർ ഒരുമിച്ച് ചേർന്ന് ടു ഫോം ഉണ്ടായി എന്ത്? ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്. മനസ്സിലായോ? വളരെ ഈസിയാണ്. എന്താണ്? സ്മോളസ്റ്റ് മോളിക്യൂൾസ് കണ്ടോ? അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ടുഗദർ ഒരുമിച്ച് ടു ഫോം എ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്. എന്താണ്? പോളിമറൈസേഷൻ. പഠിച്ചു. ഇനി കാണപ്പണം പഠിക്കേണ്ട ആവശ്യമില്ല.
മോണോമർ കൂടി ചേർന്ന് ഒരു വലിയ ലാർജ് കോംപ്ലക്സ്. അപ്പൊ രണ്ട് വേർഡ് നമ്മളിവിടെ പഠിക്കുന്നത്, സിമ്പിൾ മോളിക്യൂൾസ് ടു കോംപ്ലക്സ് മോളിക്യൂൾ, സിമ്പിൾ ടു കോംപ്ലക്സ്. പിന്നെയും ചെറുതായി സിമ്പിൾ ആഡ് കോംപ്ലക്സ്. ഇനി ബാക്കിയുള്ള വേർഡ് ചേർത്താൽ മതി. എന്താണ് പോളിമറൈസേഷൻസ്? ഇറ്റ് ഈസ് എ പ്രോസസ്, അതൊരു പ്രോസസ് ആണ് ഇൻ വിച്ച് സിമ്പിൾ മോളിക്യൂൾസ്, എന്താണ് സിമ്പിൾ മോളിക്യൂൾസ് ജോയിൻ ടുഗദർ ടു ഫോം എ ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്, ഇറ്റ് ഈസ് നോൺ ആസ് പോളിമറൈസേഷൻ. ക്ലിയർ ആണോ? അപ്പൊ ആ പോളിമറൈസേഷൻ ആ സിമ്പിൾ മോളിക്യൂൾസിനെ എന്ത് വിളിക്കും? മോണോമർ എന്ന് വിളിക്കും. മോണോമർ മീൻസ് യൂണിറ്റ് ഓർ പാർട്ട്. അത് ഉണ്ടായിട്ടുള്ള ആ ലാസ്റ്റ് ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ് നമ്മൾ എന്ത് വിളിക്കും? പോളിമർ. പോളി മീൻസ് മെനി, അധികം. ഓക്കെ, ക്ലിയർ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈഥീൻ, അതായത് പൊളിത്തീൻ. നമ്മൾ കണ്ടു നേരത്തെ. ആ പൊളിത്തീൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ കെമിക്കൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻസ് നമുക്ക് പഠിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും, വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പൊളിത്തീൻ ഉണ്ടാവുന്നത്, എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പൊളിത്തീൻ എന്ന വാക്കിൽ തന്നെ കിടപ്പുണ്ട്, പോളി ഈഥീനിൽ തന്നെ കിടപ്പുണ്ട് ഈഥീൻ. ഈഥീനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഈഥീൻ. ഈഥീൻ നിങ്ങൾക്കറിയാം, CH2 ഡബിൾ ബോണ്ട് CH2, ഇതാണ് ഈഥീൻ അല്ലെ? സാർ നമുക്കത് വരയ്ക്കാം. നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാവുന്ന റിയാക്ഷൻ നോക്കാം. ഓക്കെ, യെസ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഈഥീൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ ലക്ഷ്യം പോളിത്തീൻ, പോളി ഈഥീൻ എന്താണ് ഉണ്ടാക്കണം. അപ്പൊ അതിനകത്ത് ഈഥീനാണ് നമ്മുടെ മോണോമർ. ദിസ് ഈസ് അവർ മോണോമർ. ഓക്കെ, ഈഥീൻ സാർ ഇവിടെ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഇത് രണ്ട് കാർബൺ അല്ലെ തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കുക? ENE ചേർക്കാറ്. ശരിയാണല്ലോ അല്ലെ? യെസ്. ഇതിന് ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഇവിടെ രണ്ട് ബോണ്ട്, അപ്പൊ രണ്ട് ഹൈഡ്രജൻ ഇവിടെ, ഇവിടെ രണ്ട് ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് മോണോമർ. ഓക്കെ, ഇതേപോലത്തെ ഒരാൾ ഇതിനോടൊപ്പം ചേർന്ന് അടുത്ത ആൾ ചേർന്ന് അടുത്ത ആളും ചേർന്ന് അങ്ങനെ ചേർന്ന് ചേർന്ന് ചേർന്നാണ് വലിയൊരു കോമ്പൗണ്ട് ആവുന്നത്. അപ്പൊ ഇത് കുറെ എണ്ണം വേണമെന്ന് കാണിക്കാൻ ഒരു N എണ്ണം. N മീൻസ് 5 എണ്ണം 6 എണ്ണം 7 എണ്ണം 8 എണ്ണം 10 എണ്ണം അങ്ങനെ അങ്ങനെ കുറെ എണ്ണം തമ്മിൽ ചേർന്നിട്ട് ഗീവ്സ്, ഇതിന്റെ പേരെന്താണ്? ഈഥീൻ. ചേർന്നിട്ട് എന്തുണ്ടാവണം? പോളി ഈഥീൻ ഉണ്ടാവണം അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഈസിയാണ് ഇത് എഴുതാനായിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡബിൾ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യുക. ബാക്കിയുള്ള എല്ലാം അതുപോലെ തന്നെ എഴുതുക. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഇത് ഇങ്ങനെ തന്നെ എഴുതുക, CH2 CH2. ക്ലിയർ? അപ്പൊ ഈ ഒരു ബോണ്ട് ഇവിടുത്തെ ബ്രേക്ക് ആവാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കാർബൺ എത്ര എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ ഹൈഡ്രജനുമായിട്ട് 2 എണ്ണം, ഒരെണ്ണം ഇങ്ങോട്ട്, മൊത്തം 3 എണ്ണം. അതായത് ഇങ്ങനെയാണ് ഇപ്പൊ ഈ കാർബൺ നിൽക്കുന്നത്. അപ്പൊ ഇവിടെയും ഇവിടെ ഒരു ബോണ്ട് വരണ്ടേ? കണ്ടോ? നോക്ക് നിങ്ങൾ, CH2 ഡബിൾ ബോണ്ട് CH2. ഈ മോളിലത്തെ ബോണ്ട് ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ അത് പോയി. അപ്പൊ അവിടെ ഇനി ഒരു ബോണ്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി ആർക്കും വ്യത്യാസമില്ല. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ നടുവിൽ ഒരു ബോണ്ട്. എന്നിട്ട് ഈ കാർബൺ ചുറ്റും 4 ബോണ്ട് വേണ്ടേ? വേണമല്ലോ. അപ്പൊ ഒരു ഹൈഡ്രജൻ പോയി ഒരു ബോണ്ട് ഇപ്പോഴത്തെ കാർബൺ ആയിട്ട്, ബാക്കി ഒരു ബോണ്ട് അവിടെ വേക്കന്റ് വന്നില്ലേ? അത് ഈ സൈഡിലും കാണിക്കണം. അതുപോലെ നിങ്ങൾ ഇവിടെ കാണിക്കണം. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇവിടെ ഇങ്ങനെ ഇടണം. ശരിയാ? എന്നിട്ട് ഈ എണ്ണ എടുത്ത് ഇവിടെ ഇടാം. മനസ്സിലായോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഇതേപോലത്തെ CH2 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായോ? അതാണ് ആര്? പോളിത്തീൻ, പോളി ഈഥീൻ. വളരെ എന്താണ് ഈസിയാണ്. കണ്ടോ? CH2 സിംഗിൾ ബോണ്ട് CH2, ഇതൊരു ഘടകം. വീണ്ടും CH2 സിംഗിൾ ബോണ്ട് CH2, അടുത്ത മോണോ. വീണ്ടും CH2 കണ്ടോ? അടുത്ത മോണോ. ഇവിടെ ബോണ്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കണം. കണ്ടോ? അതുപോലെ ഇവിടെ പറഞ്ഞ് ഇപ്പോഴും നിൽക്കണം. അടുത്താക്കി ഇവിടെ വന്ന് ചേരാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ചേരാം. കണ്ടോ? അപ്പൊ നടുവിൽ ഡബിൾ ബോണ്ട് എടുത്ത് എഴുതരുത്. അപ്പൊ പരീക്ഷയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് ഇതിന്റെ പൊളിത്തീൻ എഴുതാൻ പറയാം, ഇതിന്റെ പോളിമറിന്റെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. ഡോട്ട് ഇട്ട് തരും. ഇത് തന്നിട്ട് ഒരു ഡോട്ട് ഇട്ട് തരും, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിന്റെ മോണോമർ എഴുതാൻ പറയും. അപ്പൊ മോണോമർ എഴുതുമ്പോഴും ഇങ്ങനെ തന്നെ ഈ ബോണ്ട് ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഡബിൾ ബോണ്ട് ആവും. ഓക്കെ, ക്ലിയർ? സോ ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ഈഥീൻ. ഈഥീൻ എങ്ങനെയാണ് എന്താണ് പോളി ഈഥീൻ ആവുന്നുള്ളതാണ് നമ്മളിപ്പോ പഠിച്ചത്. കിട്ടിയോ? ഇതുപോലെ നമുക്ക് പഠിക്കാനുള്ള അടുത്ത ആളാണ് PVC, പോളി വീനൈൽ ക്ലോറൈഡ്. അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് PVC ആണ്. PVC എങ്ങനെയാണ് ഉണ്ടാവുന്നത്? PVC അഥവാ പോളി വീനൈൽ ക്ലോറൈഡ്.
നിങ്ങൾക്ക് പറയാമോ ഇതിന്റെ മോണോമർ എന്താണെന്ന്? മോണോമർ എന്താണ്? PVC-യുടെ മോണോമർ എന്താ? വളരെ ഈസിയാണ്. പോളി ഒഴിവാക്കി ബാക്കിയുള്ള ആളാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമർ. ദിസ് ഈസ് ദ മോണോമർ. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് അറിയണം. എങ്ങനെയാണ് ഈ പറയുന്ന മോണോമർ ഇരിക്കുക? നമ്മൾ ഇതിനകത്ത് വരുന്ന CH2 ഡബിൾ ബോണ്ട് CH2 നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ വീനൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്ലോറിൻ വരുന്നുണ്ട്. രണ്ട് C ഉള്ളൂ. C സിംഗിൾ ബോണ്ട് C, ഇവിടെ ഒരു ക്ലോറിനും കൂടി വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഓക്കെ, ഓർത്തിരിക്കാനാണ് സാർ പറയുന്നത്. 2 കാർബൺ C ഒരു Cയിൽ ക്ലോറൈഡ് ഉണ്ട്, ക്ലോറിൻ. ഈ നടുവിൽ ഡബിൾ ബോണ്ട്. ഇനി ഹൈഡ്രജൻ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കി. ഇവിടെ ഈ കാർബൺ 2 ബോണ്ട്, അപ്പൊ ഇനി ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 2 ഹൈഡ്രജൻ. ഇവിടെ ഈ കാർബണിനെ സംബന്ധിച്ച് 1 2 3 3 ബോണ്ടായി. ഇനി അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. സോ മക്കളെ, ഇതാണ് വീനൈൽ ക്ലോറൈഡ്. കിട്ടിയല്ലോ? ഇത് കുറെ എണ്ണം ചേരണം എന്ന് കാണിക്കാൻ എന്നിടാം. ഇതാണല്ലോ മോണോമർ. നമ്മുടെ മോണോമർ ഇതാണ്. ഇതിങ്ങനെ കുറെ എണ്ണം കുറെ ഇങ്ങനെ ചേർന്ന് PVC ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ കാണിച്ചിട്ട് ഇതിന് നേരെ ഒരു ഗീസ് ഇട്ടിട്ട് നമ്മൾ ഉത്തരം എഴുതാൻ പോവുകയാണ്. പോളി വീനൈൽ ക്ലോറൈഡ്. ഇതെന്താ സാധനം? വീനൈൽ ക്ലോറൈഡ്. അപ്പൊ നമ്മൾ എഴുതാൻ പോണ്. സാറ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഓർത്തിരിക്കുക. എന്താണ് സാറ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഉള്ളതിൽ ഒന്നിലും നിങ്ങൾ വ്യത്യാസം വരുത്തരുത്. അപ്പൊ അതങ്ങനെ തന്നെ എടുത്ത് CH2 ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കുക. CHCl. അതിനുശേഷം ഇവിടെ ഒരു ബോണ്ട് നീട്ടിയിടാം, ഇവിടെ ഒരു ബോണ്ട് നീട്ടിയിടാം. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഈ N എടുത്ത് ഇവിടെ. അതായത് മക്കളെ, ഈ ഉള്ളിൽ കാണുന്ന ആളാണ് ഇത് മോണോമർ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ആഡ് ചെയ്ത് എന്താവുന്നത്? പോളിവീനൈൽ ക്ലോറൈഡ്. മനസ്സിലായോ? അപ്പൊ ഇത് ഉണ്ടാവുന്ന മോണോമർ ആരാണ്? വീനൈൽ ക്ലോറൈഡ്. വീനൈൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചറിൽ എന്ത് വരും? ഡബിൾ ബോണ്ട് വരും. പക്ഷെ അത് ആഡ് ചെയ്ത് വരുമ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ 2 പൊസിഷൻ ഉണ്ടാവും. അത് ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടിയോ? ക്ലിയർ ആണോ? സോ ദിസ് ഇസ് നോൺ ആസ് പോളിവീനൈൽ ക്ലോറൈഡ്. അപ്പൊ എല്ലാം പഠിച്ചു നോക്കണം. അപ്പൊ ഇത് ചോദിച്ചിട്ട് ഇത് നമ്മൾ ഫില്ല് ചെയ്യാൻ ചോദിക്കും എക്സാം, കേട്ടോ? അപ്പൊ ഇത് കാണപ്പടം പഠിക്കണം, വരച്ചു പഠിക്കണം, പിന്നെ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ നിങ്ങളുടെ വീട്ടിലെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, നോൺ സ്റ്റിക്ക് പാത്രം. ആ നോൺ സ്റ്റിക്ക് പാത്രത്തില് ഉള്ളിലടിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ പേരെന്താണ്? ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞത്? PTFE. ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കാം. എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയൂ? ഓർമ്മയുണ്ടോ? പോളി ടെട്രാ ഫ്ലൂറോ ഈഥി. ഓക്കെ, പോളി ടെട്രാ ഫ്ലൂറോ ഈഥി. ഇനി നിങ്ങൾ പറയാം, എന്താണ് ഇതിന്റെ മോണോമർ? സാറേ, ഇനിയിപ്പോ എല്ലാവർക്കും കിട്ടും സാറേ, കിട്ടും. ഇതാണ് മോണോമർ. എന്താണ് എന്റെ മോണോമറിന്റെ പേര്? ടെട്രാ ഫ്ലൂറോ ഈഥി. ഓക്കെ, ശരി. ഇനി നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റൂലെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാം, കേട്ടോ? അപ്പൊ സാർ ഈ ടെട്രാ ഫ്ലൂറോ ഇതിന് ഇവിടെ എഴുതും. നിങ്ങൾ അതിന്റെ പോളിമർ എഴുതണം. ഓക്കെ, സാർ എഴുതാൻ പോവുകയാണ്. C. ഓക്കെ, ഡബിൾ ബോണ്ട്. ക്ലിയർ? F. ഹൈഡ്രജൻ അല്ല, ഇവിടെ F ആണ്. അപ്പൊ F എത്ര ചേർക്കണം? 2. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. N. ഗീസ്. പോളിമർ ഏത്? 2 സെക്കൻഡ് സമയം തന്നെ പോളിമർ ഒന്ന് എഴുതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മക്കളെ, ഡബിൾ ബോർഡ് ഒഴിവാക്കുക. അവിടെ ഉള്ളത് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. 2 സൈഡിലും ഓരോ കൊമ്പ് വെക്കുക. ചുറ്റിനൊരു സംഭവം കൂടെ താഴെ കൊണ്ടുവരുന്നത്. ഞാൻ എഴുതിക്കോട്ടെ? സാറേ എഴുതിക്കോട്ടെ? CF2 സിംഗിൾ ബോണ്ട് CF2. ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. എന്താണ് ഈ മോണോമറിന്റെ പേര്? TFE. ദാറ്റ് ഈസ് ടെട്രാ ഫ്ലൂറോ ഈഥി. എന്താണ് ഇതിന്റെ പേര്? PTFE. അതായത് പോളി ടെട്രാ ഫ്ലൂറോ ഈഥി. കിട്ടിയല്ലോ മക്കളെ? കിട്ടിയല്ലോ അല്ലെ? അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് എല്ലാം കൂടി ചേർത്ത് നമുക്ക് അതിന്റെ മോണോമർ എന്താണ്, പോളിമർ എന്താണ്, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാലോ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ എഴുതുന്നത് മോണോമർ.
ഓക്കെ, ദെൻ നമ്മളിവിടെ എന്ത് എഴുതും? പോളിമർ. ഓക്കെ, ക്ലിയർ? അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് ഈഥീൻ. ഈഥീൻ അല്ലെ? അതിന്റെ പോളിമർ എന്താ? പോളി ഈഥീൻ. ഓക്കെ, അടുത്തത് രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? VC എന്ന് പറഞ്ഞാൽ വീനൽ ക്ലോറൈഡ്. അതിന്റെ പോളിമർ എന്താ? PVC, പോളി വീനൽ ക്ലോറൈഡ്. എന്താണ്? വീനൽ ക്ലോറൈഡ്. ഓക്കെ, യെസ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? TFE, ടെട്രാഫ്ലൂറോ ഈഥീൻ. അതിന്റെ പോളിമർ PTFE. എന്താണ്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ഈ എല്ലാ കേസുകളും നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഈഥീൻ തന്നെയാണ്. കുറെ ഈഥീൻ ഇങ്ങനെ ആഡ് ചെയ്താണ് എന്തുണ്ടാവുന്നത്? പോളി ഈഥീൻ ഉണ്ടാവും. അതുപോലെ കുറെ VC ഇങ്ങനെ ആഡ് ചെയ്താണ് എന്തുണ്ടാവുന്നത്? PVC ഉണ്ടാവും. അതുപോലെ കുറെ TFE ഇങ്ങനെ എന്താണ് ആഡ് ചെയ്താണ് എന്തുണ്ടാവുന്നത്? ഇതുണ്ടാവുന്നത്. ഇങ്ങനെ ഒരു മോണോമർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു പോളിമർ ഉണ്ടായാൽ അത്തരം ടൈപ്പ് ഓഫ് പോളിമറെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? അഡീഷൻ പോളിമേഴ്സ്. എന്താണ്? അഡീഷൻ പോളിമേഴ്സ്. മക്കളെ, പോളിമറുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡീഷൻ പോളിമേഴ്സ്. ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഈ 3 എക്സാമ്പിളും അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ. എന്താണ് അഡീഷൻ പോളിമേഴ്സ്? ഒരു മോണോമർ അത് തന്നെ റിപ്പീറ്റഡ് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിട്ടാണ് ഒരു പോളിമർ ഉണ്ടാവുന്നതെങ്കിൽ അതിന്റെ പേരാണ് അഡീഷൻ പോളിമർ. അപ്പൊ സാറ് പിന്നെ വേറെ രീതിയിൽ അങ്ങനെ ഉണ്ടാവും. അതായത് ഒരു മോണോമറും വേറെ വ്യത്യസ്തമായ മറ്റൊരു മോണോമറും തമ്മിൽ ചേർന്ന് ആണ് പോളിമർ ഉണ്ടാവുന്നെങ്കിൽ നമ്മൾ എന്ത് പറയില്ല? അഡീഷൻ പോളിമർ എന്ന് പറയില്ല. ശ്രദ്ധിച്ചോ നോക്കൂ. ഇപ്പോ നിങ്ങളിപ്പോ ഒരു ചീട്ടിന്റെ സിമ്പിൾ എടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സിമ്പിളാണ്. കണ്ടോ? ഇവിടെ എന്താ പ്രത്യേകത? എല്ലാം ഒരേ ചീട്ട്. ഇതാണ് അഡീഷൻ പോളിമർ. നേരെ മറിച്ച് ഞാൻ ഒരു ചീട്ട് ഇങ്ങനത്തെ എടുത്തു, ഒരെണ്ണം ഡയമണ്ട് എടുത്തു. വീണ്ടും ഒരു ചീട്ട് ഇങ്ങനത്തെ എടുത്തു, ഒരെണ്ണം ഡയമണ്ട് എടുത്തു. വീണ്ടും ചുരുട്ടി ഇങ്ങനെ എടുത്തു, പിന്നെ ഒരെണ്ണം ഡയമണ്ട്. ഇപ്പൊ 2 വ്യത്യസ്ത ചീട്ടുകളല്ലേ? 2 വ്യത്യസ്ത മോണോമറുകളാണ്. എങ്കിൽ അവിടെ ഉണ്ടാവുന്ന പോളിമർ നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന കണ്ടൻസേഷൻ പോളിമറാണ്. നമ്മൾ അടുത്തത് പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പോ അതിനകത്തേക്ക് പോകണ്ട. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കാം. എന്താണ് അഡീഷൻ പോളിമേഴ്സ്? അഡീഷൻ ആ വാക്കിൽ തന്നെയുണ്ട്. ഒരേപോലെ ഇരിക്കുന്ന മോണോമറുകൾ മാത്രം ആഡ് ചെയ്തിട്ട് പോളിമർ ഉണ്ടായാൽ അതിനെ വിളിക്കുന്ന പേരാണ് അഡീഷൻ പോളിമേഴ്സ്. അപ്പൊ അതെന്താണ് ഡെഫിനിഷൻ പഠിക്കണം. അപ്പൊ അതാണ് സാർ അടുത്തതായിട്ട് ബോർഡിൽ എഴുതി നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഈ ഈഥീൻ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് പോളിത്തീൻ ഉണ്ടായി. അതുപോലെ VC, വീനൽ ക്ലോറൈഡ് മാത്രം ഇങ്ങനെ ആഡ് ചെയ്ത് PVC ഉണ്ടായി. അതുപോലെ TFE അത് മാത്രം വേറെ ആരുമില്ല. TFE അങ്ങനെ ഒരു മോണോമർ തന്നെ ഇങ്ങനെ ആഡ് ചെയ്ത് ഒരു വലിയ പോളിമർ ഉണ്ടായാൽ അത്തരം പോളിമറൈസേഷൻ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡീഷൻ പോളിമേഴ്സ്. എന്നാൽ അല്ലാതെ 2 ടൈപ്പ്, ഒരു മോണോമർ ഇത്, ഒരു മോണോമർ വേറെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് പിന്നെ അതുപോലെ അങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ വേറെ വ്യത്യസ്ത മോണോമറുകൾ ആഡ് ചെയ്തിട്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അതിനെ അഡീഷൻ എന്ന് വിളിക്കില്ല, കണ്ടൻസേഷൻ എന്ന് വിളിക്കും. അപ്പൊ അതിന് ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. വേറെ കുറച്ച് പേര് നഷ്ടപ്പെടും. അതായത് വാട്ടർ ഒക്കെ പുറത്തേക്ക് പോകും. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒന്നും നഷ്ടമാവില്ല. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരേപോലത്തെ മോണോമറുകൾ തന്നെ ചേരുന്നു, പക്ഷെ ഒന്നും നഷ്ടമാവുന്നില്ല, ഒന്നും പുറത്തേക്ക് പോകുന്നില്ല, അവര് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതാണ് അഡീഷൻ പോളിമേഴ്സ്. അതേസമയം കണ്ടൻസേഷനിൽ വരുമ്പോ ഒരു മോണോമർ വേറെ 2 വേറെ മോണോമർ തമ്മിൽ ചേരും. കൂടാതെ അവരിനി ചില ആൾക്കാർ പുറത്തു പോകും. അതാണ് കണ്ടൻസേഷൻ പോളിമർ. നമ്മൾ പഠിക്കും. അപ്പൊ അഡീഷൻ പോളിമർ പഠിച്ചിട്ടാണല്ലോ അതിനകത്തേക്ക് പോകേണ്ടത്. അപ്പൊ എന്താണ് അഡീഷൻ പോളിമർ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ മക്കളെ, അഡീഷൻ പോളിമേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഡെഫിനിഷൻ എന്താണ് പറയണേന്ന് നോക്കാം. ഓക്കെ, നിങ്ങള് തണുപ്പ് കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ ഒരു സാധനം കൊണ്ടുവരാറുണ്ട്, ഒരു പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു കമ്പിളി അല്ലെ. കമ്പിളി അല്ലെന്ന് നമുക്കറിയാം, നിസ്സാര പൈസ 100 രൂപ കൊടുത്താൽ കിട്ടും. പക്ഷെ അത് പുറച്ചു കിടക്കാൻ നല്ല സുഖമാണ് അല്ലെ. അതിന്റെ പേരാണ് മക്കളെ ഓറിയോ. എന്താണ്? ഓറിയോ എന്ന് പറയും. അത് ആക്ച്വലി നേരത്തെ വീനൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞില്ലേ മോണോമർ. ഓറിയോന്റെ മോണോമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീനൈൽ സയനൈഡ് ആണ്. SY
സയനൈഡ്. CYANID. ഓക്കെ, സയനൈഡ്. വീനൈൽ സയനൈഡ് എന്ന് പറയും. മറ്റൊരു പേരുള്ളത് ആക്രിലോൺ നൈട്രൈഡ്, ഇങ്ങനെയും പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കമ്പിളിപ്പതപ്പ്, അത് നമുക്ക് കമ്പിളിയായിട്ട് തോന്നും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തണുപ്പാലത്ത് ഉപയോഗിക്കുന്ന സ്വെറ്റർ, ഇതൊക്കെ ഓറിയോൺ ആണ്. ഇതും ഒരു അഡീഷൻ പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അഡീഷൻ പോളിമേഴ്സ് എക്സാമ്പിൾ എന്തൊക്കെ പഠിച്ചു? ഈഥീൻ വെച്ചുള്ളത് പോളിത്തീൻ, വീനൈൽ ക്ലോറൈഡ് വെച്ചുള്ളത് PVC പൈപ്പ് പോളിവിനൈൽ ക്ലോറൈഡ്, ബലൂൺ ഐസോപ്രീൻ പോളി ഐസോപ്രീൻ. പിന്നെ നമ്മൾ പഠിച്ചത് TFE ടെട്രാഫ്ലൂറോ ഈഥീൻ പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ലാസ്റ്റ് ഇപ്പൊ സാറ് പറഞ്ഞ അഞ്ചാമത്തെ എക്സാമ്പിൾ ഓറിയോ. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ ആണ്, ഇത് പഠിച്ചേ പറ്റും. പുതിയ പേരൊക്കെയാണ് ഓറിയോ അല്ലെ. അപ്പൊ ഓറിയോന്റെ മോണോമറിന്റെ പേര് പഠിക്കണം. വീനൈൽ നേരത്തെ കേട്ട് പരിചയമുണ്ട്. പുതുതായിട്ട് അവർ ആഡ് ചെയ്തൊരു വേർഡാണ് സയനൈഡ്, CYANID. ഇത് പഠിച്ചാൽ മതി, പോളി വീനൈൽ സയനൈഡ്, അതാണ് ഓറിയോ. മറ്റൊരു പേരുള്ളത് ആക്രിലോ നൈട്രൈഡ്. ഓക്കെ, കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ പഠിക്കാനും ഇല്ല, പഠിക്കാം, ഇത് പഠിക്കാം കേട്ടോ. ഇത് മാത്രമേ എഴുതി, മറ്റേതൊക്കെ ഓർമ്മയുണ്ടോ? ഇതൊക്കെ ഒന്ന് നന്നായിട്ട് എഴുതി പഠിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവം? ഈ പറയുന്ന മോണോമർ ഇതിങ്ങനെ ആഡ് ചെയ്ത് എന്തുണ്ടാവുന്നു? ഒരു പോളിമർ ഉണ്ടാവും. അങ്ങനെ ഒരാൾ തന്നെ ആഡ് ചെയ്ത് ഒരു പോളിമർ ഉണ്ടാവുന്നു. ബൈ പ്രോഡക്റ്റ് ഇല്ല, അതായത് വേറെ ഒരു സാധനമായിട്ട് ബാക്കി പുറത്തേക്ക് ചാടി വരുന്നില്ല എങ്കിൽ അത്തരം പോളിമേഴ്സിനെ വിളിക്കുന്ന പേരാണ് അഡീഷൻ പോളിമേഴ്സ്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ദ റിപ്പീറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ തന്നെ അത് തന്നെ. ഓക്കെ, റിപ്പീറ്റഡ് അഡീഷൻ ഓഫ് മോണോമേഴ്സ്. മോണോമേഴ്സ് ആണ്. ഇപ്പൊ ഇത് മോണോമറാണ്, വീനൈൽ സയനൈഡ് മോണോമറാണ്, വീനൈൽ ക്ലോറൈഡ് മോണോമറാണ്, ഈഥീൻ മോണോമറാണ്, ഐസോപ്രീൻ മോണോമറാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ TFE ടെട്രാഫ്ലൂറോ ഈഥീൻ, അത് മോണോമറാണ്. ഈ മോണോമറുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്ത് വിത്തൗട്ട് ദ റിമൂവൽ ഓഫ് എനി സ്മോൾ മോളിക്യൂൾസ്. ഏതെങ്കിലും ചെറിയ മോളിക്യൂൾസ് പുറത്തേക്ക് പോരാൻ പാടില്ല, വേറെ ഒന്നും പുറത്തേക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഒന്നും നഷ്ടപ്പെടാതെ അവര് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്ന കോമ്പൗണ്ടുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? അഡീഷൻ പോളിമേഴ്സ്. കിട്ടിയല്ലോ? അപ്പൊ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ 5 പേരുടെയും യൂസസ് ആണ്. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ഈ കണപ്പടം പഠിക്കാൻ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ഒരു മേഖല കണപ്പടം പഠിക്കാതെ പറ്റില്ല. മോണോമർ നിങ്ങൾ പഠിച്ചു, പോളിമർ പഠിച്ചു, ഇനി ജസ്റ്റ് അതിന്റെ യൂസസ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. അതാണ് സാർ ഇനി അടുത്തതായിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോന്നിന്റെ യൂസസ് നമുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് പഠിക്കാം. അതിന്റെ റീസൺസ് എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കണം കൂടി നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ മക്കളെ, അടുത്തത് അതിന്റെ യൂസസ് ആണ്. നമ്മൾ 5 എണ്ണം പഠിച്ചു. എന്താണ്? PVC പഠിച്ചു, പോളിവിനിൽ ക്ലോറൈഡ്, പോളിത്തീൻ പഠിച്ചു, ഈഥീൻ അല്ലെങ്കിൽ പോളിത്തീൻ എന്ന് പറയാം. പിന്നെ ഐസോപ്രീൻ പഠിച്ചു അല്ലെ, ബലൂണിന്റെ കേസിൽ. പിന്നെ നമ്മള് TFE പഠിച്ചു, പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. ലാസ്റ്റ് നമ്മൾ ഓറിയോൺ പഠിച്ചു അല്ലെ, അതായത് വീനൈൽ സയനൈഡ് അല്ലെ. പിന്നെ വേറൊരു സാധനം ആക്രിലോ നൈട്രൈഡ്. എനിക്ക് തന്നെ ഇടറില്ല, ആക്രിലോ നൈട്രൈഡ്. എനിവേ, അതിന്റെ എല്ലാ യൂസസും കൂടി നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. നമ്മളൊരു ബോർഡിൽ 2 എഴുതാനുള്ള സ്പേസ് ഉള്ളവർ 2 എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഓരോന്ന് എഴുതി സമയങ്ങളാണല്ലോ, അത് സാർ നേരത്തെ എഴുതി വെച്ചു. നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ട് എഴുതുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, കാണാപ്പടം പഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പൊ PVC എന്താ? പോളി വീനൈൽ ക്ലോറൈഡ്. മോണോമർ എന്താ? വീനൈൽ ക്ലോറൈഡ്. ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വന്നു കേട്ടോ. അത് പൈപ്പുകൾ ഉണ്ടാക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പൈപ്പുകൾ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ പ്ലാസ്റ്റിക് ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൈപ്പുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ PVCയുടെ ഭാഗങ്ങൾ ചേർക്കും. ഓക്കെ, പിന്നെ കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്, അതായത് വയറുകളുടെ മീതെ നമ്മൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് വൈദ്യുതി കടത്തി വിടരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സ്ട്രോങ് ആണ്. റീസൺ നിങ്ങൾ ടെസ്റ്റ് നോക്കി കൊടുത്തിട്ടില്ല, മനസ്സിലാക്കി വെക്കുക. സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്ക് പൈപ്പ് അങ്ങനെ പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്തായി പോകാൻ പറ്റില്ല. പിന്നെ വാട്ടർ റെസിസ്റ്റൻസ് ആണ്, അത് ഉറപ്പല്ലേ, കാരണം വെള്ളം കടത്തി വിടുന്ന ആളാണ് പൈപ്പ്. അപ്പോ പൈപ്പ് നനഞ്ഞി പൈപ്പ് കൂട്ടിപ്പോകുന്നില്ല. മനസ്സിലായോ? അടുത്തത് ഡ്യൂറബിൾ ആണ്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, വണ്ടി കൊണ്ടുപോകാം, കൈ പിടിച്ചുകൊണ്ടുപോകാം,
അല്ലെ? അങ്ങനെ പല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ എളുപ്പമാണ്, അധികം വെയിറ്റ് ഒന്നുമില്ല. ദാറ്റ്സ് ഓൾ അബൌട്ട് PVC. ഇനി പോളിത്തീൻ അഥവാ പോളി ഈഥീൻ, അത് നോക്കിക്കഴിഞ്ഞാൽ ക്യാരി ബാഗ്, നിങ്ങൾ കടയിൽ നിന്നൊക്കെ മീൻ വാങ്ങുമ്പോഴും അതുപോലുള്ള പോളിത്തീൻ ബാഗുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അത് പല പല സൈസിലുള്ള ബാഗുകളുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരി ബാഗ്, വലിയ ബാഗുകളുണ്ട്, ക്യാരി ബാഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. ബോട്ടിൽസ് നമ്മൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷീറ്റുകൾ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കല്യാണത്തിനൊക്കെ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റാണ് കിട്ടുക. ഇപ്പൊ നമ്മൾ അടിപൊളിയാക്കുന്നത് എല്ലാം വലിയ വലിയ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. എനിവേ വെയിൽ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ടർപ്പായ എന്ന കേട്ടുണ്ടാവും അല്ലെ? ടർപ്പായ കയറ്റി വെക്കുന്നൊക്കെ പറയും, ടർപ്പൽ എന്നാണ് അതിന്റെ പേര്. അതിനകത്തൊരു പ്രധാന ഘടകമാണ് ആര്? ഈഥീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കും, കണ്ടൻസേഷൻ പോളിമേഴ്സിൽ അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഷീറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു റീസൺ? എന്തുകൊണ്ടാണ് ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്? ഒന്ന് ഫ്ലെക്സിബിൾ ആണ്. നമുക്കിപ്പോ ഷീറ്റൊക്കെ നമുക്ക് ഇങ്ങനെ മടക്കി, അങ്ങനെ മടക്കി, ഇങ്ങനെ മടക്കി ചുരുട്ടി ഒക്കെ എടുക്കാം അല്ലെ? ഫ്ലെക്സിബിൾ ആണ്, മോയ്സ്ചർ പ്രൂഫ് ആണ്, അതിനകത്ത് വെള്ളം നിൽക്കുന്നില്ല, മനസ്സിലായോ? വെള്ളം നിന്ന് ഫംഗസ് ഒക്കെ വന്ന് അങ്ങനെ പൂപ്പിലൊന്നും എടുക്കൂല, മനസ്സിലായോ? അടുത്തത് ചീപ്പാണ്, വളരെ വിലക്കുറവല്ലേ, 50 പൈസ കൊടുത്ത് നമുക്കൊരു കിറ്റ് കിട്ടും മീനൊക്കെ വാങ്ങാനായിട്ട്. അതായത് വളരെ ചീപ്പ് റേറ്റ് ആണിത്. അപ്പോ പൊളിത്തീൻ എന്ന് പറയുന്നതിന്റെ യൂസസ് പഠിക്കാം, 3 പഠിച്ചു നോക്കാം: ക്യാരി ബാഗ്സ്, ബോട്ടിൽസ്, ഷീറ്റ്സ്. ഇവിടെ PVCയുടെ പൈപ്പ്, PVCയുടെ ആ പി തന്നെ ഉണ്ട് പൈപ്പ്, പ്ലാസ്റ്റിക് ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ കോട്ടിംഗ് ഓഫ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സിന്, അതായത് വയറുകൾക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടുപേരുടെ യൂസസ്. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള 3 പേരുടെ നമുക്ക് പഠിക്കാനുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3 കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് നാച്ചുറൽ റബ്ബർ, നമ്മൾ ആദ്യമേ പഠിച്ചു ബലൂണുകൾ, ഓർക്കണ്ടോ? ഓക്കെ, നാച്ചുറൽ റബ്ബർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടയർ, നിങ്ങളുടെ വീട്ടിലെ സൈക്കിളിന്റെ ടയർ, 2 വീലറിന്റെ ടയർ, അതുപോലെ തന്നെ ബസ്, കാർ, എല്ലാത്തിനും ടയറുകൾ, റബ്ബർ ബാൻഡ്സുകൾ, അതേപോലെ വലിച്ചു കിട്ടുന്ന കുറെ റബ്ബറിന്റെ കുറെ സാധനങ്ങളുണ്ട്, ചെരുപ്പുകൾ, ഇഷ്ടംപോലെ പറയാൻ നിങ്ങൾക്ക് അല്ലെ? ഫുഡ് വെയർ, ഇറേസർ, നിങ്ങളുടെ എന്താണ് പെൻസിലെ കൊണ്ട് എഴുതി മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഇറേസർ, അതൊക്കെ ഉപയോഗിക്കും. എന്താ പ്രത്യേകിച്ച് ഇലാസ്റ്റിക് ആണ് റബ്ബർ, നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ച് കിട്ടുക, അതാണ് അതിന്റെ പ്രത്യേകത. വാട്ടർ പ്രൂഫ് ആണ് അല്ലെ? വെള്ളത്തിൽ കൂടി നടക്കാൻ നമുക്ക് വെള്ളം പിടിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിക്കുന്ന സമയത്ത് ഓർക്കാണല്ലേ നമ്മൾ വള്ളിച്ചേരിപ്പെടുന്നൊക്കെ പറയാറുണ്ട് അല്ലെ? അപ്പോ അത്രേ ഉള്ളൂ നാച്ചുറൽ റബ്ബർ. അടുത്ത 4ാമത്തെ വരുന്ന ടെഫ്ലോൺ ആണ്. നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ PTFE എന്താണോ, വീട്ടിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടില് ആ ചട്ടി ഓർക്കുക കേട്ടോ, എന്താണ്? നോൺ സ്റ്റിക് കുക്ക് വെയർ, അതായത് ഒട്ടാത്ത പാത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻസുലേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇൻസുലേഷൻ, അതായത് വൈദ്യുതി കടത്തിവിടുന്നത്, അപ്പോൾ ഇൻസുലിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് സർഫസ് ആണ്, തെന്നിപ്പോവും. പിന്നെ ഹീറ്റ് പ്രൂഫ് ആണ്, അതായത് ചൂടാവൂല, അതായത് ഉരുകി പോവില്ല, മനസ്സിലായോ? നോൺ റിയാക്റ്റീവ് ആണ്, മറ്റു വസ്തുക്കൾ, ആഹാര വസ്തുക്കളായിട്ടൊന്നും റിയാക്റ്റീവ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ടെഫ്ലോൺ എന്തിനു ഉപയോഗിക്കുന്നത്? കുക്ക് വെയറിന് ഉപയോഗിക്കുന്നത്. അതുപോലെ റബ്ബർ ഉപയോഗിക്കാനുള്ള കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇലാസ്റ്റിക് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. നാച്ചുറൽ റബ്ബർ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ടയർ, ബാൻഡ്സ്, ഫുഡ് വെയർ, ഇറേസർ. ഇലാസ്റ്റിക് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, അതാണ് അതിന്റെ റീസൺ. ടെഫ്ലോൺ എന്താണ് ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക് കുക്ക് വെയർ. അതുപോലെ ഇൻസുലേഷൻ ഉപയോഗിക്കുന്നു. ഇൻസുലേഷൻ അറിയാലോ, എന്താ ഇൻസുലേഷൻ? നമ്മൾ എന്ത് ചെയ്യുക, വൈദ്യുതി കടത്താതെ എന്താണ് കറണ്ട്, ഇപ്പൊ നമ്മുടെ വീട്ടിലെ വയറിന് ചുറ്റും ആ ഒരു പ്ലാസ്റ്റിക്, അത് ഇൻസുലേഷൻ ആണ്. അതായത് പുറത്തേക്ക് വൈദ്യുതി പോകാൻ പാടില്ല, നമ്മൾ കയറി പിടിക്കാൻ പാടില്ല അല്ലെ? അപ്പൊ അതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. സ്ലിപ്പിംഗ് സർഫസ് ആണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, അതായത് തിങ്ങിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്, പാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഹീറ്റ് പ്രൂഫ് ആണ്, ഉരുകി പോവില്ല. നോൺ റിയാക്റ്റീവ് ആണ്, ആഹാര വസ്തുക്കളുമായിട്ട് അതിന്റെ റിയാക്ട് ചെയ്യില്ല. ലാസ്റ്റ് സാധനം പഠിപ്പിച്ചിരുന്നു, ഓറിയോൺ, ഓർക്കണ്ടോ? ഓക്കെ, ഇത് സിന്തറ്റിക് ഫൈബറുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇന്ന് കാണുന്ന പല ഡ്രസ്സുകൾ, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന നൈലോൺ തുടങ്ങി കുറെ പോളിസ്റ്റർ, ഇതൊക്കെ എന്ത് ഉപയോഗിച്ചുണ്ടാക്കുന്നത്? സിന്തറ്റിക് ഫൈബറുകളാണ്, മനസ്സിലായോ? 1950കളിലാണ് ഈ പറയുന്ന അക്രിലിക് എന്ന് മരിച്ചിട്ട് 53കളിലാണ് പോളിസ്റ്റർ ഒക്കെ വരുന്നത്. അപ്പൊ കുറെ നാളായി ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇതുണ്ട്, പക്ഷെ 200 വർഷത്തോളം അത് കേടാവാതെ കിടക്കും. അപ്പൊ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാണ്. അപ്പൊ അതൊന്നും വലിച്ചെറിയരുത്. പകരം നമ്മളിപ്പോ കാണുന്നില്ലേ, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ എന്താണ് അത് രണ്ടാമത് അതിനകത്ത് കളറൊക്കെ ചേർത്ത് റീസൈക്കിൾ ചെയ്ത് ഇതുപോലെ നൂലുകളായിട്ട് വന്നിട്ട് ആ നൂലുകൾ വെച്ചിട്ടാണ് നമ്മളെ പോലെ ഇപ്പോൾ കാണുന്ന പല ഡ്രസ്സുകളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾ നല്ല തണുപ്പ് കാലം അല്ലെങ്കിൽ മൂന്നാറൊക്കെ നിങ്ങൾ ടൂർ പോകുമ്പോൾ സ്വെറ്റേഴ്സ് ഉപയോഗിക്കും അല്ലെ? അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് പൊതിഞ്ഞ് കിടന്നുറങ്ങും അല്ലെ? അതിന്റെ കാർപ്പറ്റ് താഴേക്ക് ഇടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ പറയുന്ന എന്താണ് ഒരു പോളിമർ ആണ്, ഓറിയോൺ എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത സോഫ്റ്റ് ആണ്. നമ്മൾ ആ ബ്ലാങ്കറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും.
അതുപോലെ വാം ലൈക്ക് വൂൾ, നമ്മുടെ കമ്പിളിക്കൊക്കെ നല്ലതല്ല, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പണക്കാർക്കൊക്കെ ഉപയോഗിക്കാം, അത്യാവശ്യം കാശുള്ളവർക്കൊക്കെ വാങ്ങാം കമ്പിളി പുതപ്പ്. ചെമ്മരിയാടിനെ പുറത്തുനിന്ന് എടുക്കണം. അതേ ഫീൽഡ് തന്നെ തരുന്ന രീതിയിലുള്ള പുതപ്പുകൾ തരും. ചീപ്പറാണ്, വില കുറവാണ്, അതുപോലെ എന്താണ് പെട്ടെന്ന് നശിച്ചു പോകില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. കുറെ നാൾ നമുക്കത് ഉപയോഗിക്കാം. പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പോളിസ്റ്റർ മുണ്ട് കൊണ്ടിരില്ലേ, ഇങ്ങനെ വെച്ചാൽ നേരെയാണ്, തേക്കേണ്ട ആവശ്യമില്ല, തേച്ചാൽ ഉരുങ്ങി പോകും. അപ്പൊ ഈ 3 എണ്ണം കൂടി നമ്മൾ പഠിക്കണം. നേരത്തെ 2 പഠിച്ചു, നേരത്തെ പോളിവിനൊക്കെ പഠിച്ചു, പോളിത്തീനും പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിച്ചത് നാച്ചുറൽ റബ്ബർ, ടെഫ്ലോൺ, ദെൻ ഓറിയോ കേട്ടാ. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് അഡീഷൻ പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇവിടെ വെച്ച് അഡീഷൻ പോളിമേഴ്സ് കഴിഞ്ഞു. സോ പോളിമറൈസേഷനിൽ നമ്മൾ എന്താണ് പഠിച്ചത്? മോണോമറുകൾ ചേർന്ന് ചെറിയ സിമ്പിൾ മോളിക്യൂൾസ് ചേർന്ന് കോംപ്ലക്സ് മോളിക്യൂൾസ് ആവും. അതാണ് പോളിമറൈസേഷൻ. പോളിമറൈസേഷനെ തന്നെ 2ആയിട്ട് ക്ലാസിഫിച്ച് ചെയ്തു. ഒന്ന് അഡീഷൻ പോളിമറൈസേഷൻ, രണ്ടാമത് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷനിൽ നമ്മൾ കുറെ കാര്യങ്ങൾ, കുറെ എക്സാമ്പിൾ പഠിച്ചു. ഇപ്പൊ പഠിച്ച എല്ലാ എക്സാമ്പിളും അഡീഷണൽ പോളിമേഴ്സ് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു മോണോമർ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. എക്സ്ട്രാ ഒരു പ്രോഡക്റ്റ്, ഒരു സ്മോൾ മോളിക്യൂൾസ് വേറെ പുറത്തേക്ക് ഉണ്ടാവത്തില്ല. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ്, എക്സ്ട്രാ പുറത്തേക്ക് വരും, വെള്ളം വരും. പകരം ഒരു മോണോമർ അല്ല, ഒന്നിൽ കൂടുതൽ മോണോമർ, 2 മോണോമർ കൂടി ചേർന്ന് ഒരു സാധനം ഉണ്ടായാൽ അതാണ് കണ്ടൻസേഷൻ പോളിമർ. അതിന് എക്സാമ്പിൾ ആണ് നൈലോൺ 66. അപ്പൊ നൈലോൺ 66 എങ്ങനെയാണ് ഉണ്ടാവുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് തുറന്നു കാണാൻ ഞെട്ടും, പക്ഷെ ഒന്നുമില്ല, ഈസിയാണ്. അവർ പഠിപ്പിച്ചു തരാം. വളരെ ശ്രദ്ധയോടെ അടുത്ത സെക്ഷൻ നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പൊ നൈലോൺ എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ പോളിമർ അല്ല. അതെങ്ങനെ ഉണ്ടാവുന്നത്? 2 മോണോമറുകൾ ചേർന്ന്, 2 വ്യത്യസ്തമായിട്ടുള്ള, വ്യത്യസ്ത പേരുള്ള, വ്യത്യസ്ത സ്ട്രക്ചറുള്ള, വ്യത്യസ്ത ഘടകങ്ങളുള്ള 2 മോണോമറുകൾ കൂടി ചേർന്ന് ഉണ്ടാവുന്നതാണ് നൈലോൺ. ഉണ്ടാവുമ്പോ നൈലോൺ മാത്രമാണോ ഉണ്ടാവുക? അല്ല, വെള്ളം പുറത്തേക്ക് വരും, വാട്ടർ മോളിക്യൂൾസ്. എല്ലായിടത്തും വെള്ളമാണോ? അല്ല, നൈലോണിന്റെ കേസിൽ വെള്ളം. ഓക്കെ, അപ്പോ ഇപ്പൊ തന്നെ ഇതിന്റെ ഡെഫിനിഷൻ കിട്ടി കണ്ടൻസേഷൻ പോളിമേഴ്സിന്. അതായത് വ്യത്യസ്തമായ മോണോമറുകൾ കൂടി ചേർന്ന് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവുന്ന പോളിമേഴ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമർ. എക്സാമ്പിൾ നൈലോൺ 66. നൈലോൺ 66 എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഘടന, അതിന്റെ റിയാക്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നും, പേടിക്കണ്ട, പേടിച്ച് നമുക്കൊന്നും പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇനി കണ്ടൻസേഷൻ പോളിമേഴ്സിലേക്ക് പോവാം. അഡീഷൻ പോളിമേഴ്സ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അഡീഷൻ പോളിമേഴ്സ് മനസ്സിലായെങ്കിൽ ഒരു തമ്പ് ഇട്ടോളൂ, മനസ്സിലായി എന്ന് പറഞ്ഞ കമന്റ് ഇട്ടോളൂ. സാർ അഡീഷൻ പോളിമേഴ്സ് വ്യക്തമായി മനസ്സിലായി എഴുതിക്കോളൂ. എന്നിട്ട് വേണം നിങ്ങൾ കണ്ടൻസേഷൻ പോളിമേഴ്സിലേക്ക് കാണാൻ കമന്റ് ഇട്ടതിന് ശേഷം. അപ്പൊ എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയാലോ. ദയവ് ചെയ്ത് ആരെങ്കിലും ഒരാൾ ഇടണോട്ടാ. ഓക്കെ, അപ്പൊ കണ്ടൻസേഷൻ പോളിമേഴ്സിലേക്ക് നമുക്ക് പോവാം. അപ്പൊ മക്കളെ, നമ്മള് നെക്സ്റ്റ് പോളിമറൈസേഷൻ കോമ്പൗണ്ട്സിലേക്ക് പോവുകയാണ്. 2ആയിട്ട് ക്ലാസിഫൈസ് സാറ് പറഞ്ഞു, അഡീഷണൽ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ. അപ്പൊ കണ്ടൻസേഷൻ പോളിമേഴ്സിലേക്ക് നമുക്ക് കിടക്കാം. ഒരു എക്സാമ്പിൾ പോളിസ്റ്റർ. പണ്ടൊക്കെ കളിക്കുന്നത് പോളിസ്റ്റർ മുണ്ട് കൊടുത്തു അല്ലെ? പോളിസ്റ്റർ മുണ്ട് ഇങ്ങനെ തിളങ്ങണം മുണ്ടാണ്, ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു മുണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ പോളിസ്റ്റർ ഉണ്ടാക്കുന്നത് ഒരു മോണോമർ വെച്ചാൽ, 2 മോണോമർ വെച്ചാൽ. എക്സാമ്പിൾ എഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞ ഒരു മോണോമർ 1. ഓക്കെ, അടുത്തത് ടെട്രാഫ്താലിക് ആസിഡ് മോണോമർ 2. കണ്ടോ? അപ്പൊ ഈ മോണോമർ 1ഉം ഈ മോണോമർ 2ഉം തമ്മിൽ ചേർന്നിട്ട് ഒരു പോളിമർ ഉണ്ട്. മനസ്സിലായോ? ഈ പോളിമറിന്റെ ഒപ്പം തന്നെ എന്താണ്, ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. അതായത് ഇതിന്റെ കൂടെ പുറത്തേക്ക് പോകുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ അത്തരം എന്താണ് പോളിമേഴ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമർ. ഈ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് യൂഷ്വലി അത് വാട്ടർ ആയിരിക്കും. അത് നിങ്ങൾക്ക് നൈലോണിന്റെ കേസ് മാത്രമാണ് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അത് പഠിക്കാം, അവിടെ വരുമ്പോൾ അത് പറയാം. അപ്പൊ ബേസിക് ഐഡിയ എന്താണ് മക്കളെ? നേരത്തെ നമ്മൾ പറഞ്ഞത് ഒരേ ആള് തന്നെ ആഡ് ചെയ്ത് പോകും. ഇവിടെ ഒരാളല്ല, 2 പേരുണ്ട്. 2ഉം ഒരേപോലത്തെ ആൾക്കാരല്ല, വേറെ ആൾക്കാരാണ്. ഇവർ ആഡ് ചെയ്തിട്ട് ഒരു പോളിമർ ഉണ്ടാവുമ്പോൾ, 2 വ്യത്യസ്ത മോണോമറുകൾ ആഡ് ചെയ്തിട്ട് ഒരു പോളിമർ ഉണ്ടാവുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അപ്പോ ഇതിലൊരു പോളിമർ ഉണ്ട്, അതിന്റെ പേരെന്താണ്? പോളിസ്റ്റർ. അതിന്റെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് പോളിസ്റ്റർ. എന്നാൽ ഇതിന്റെ 2 ചേർത്തിട്ട് നമ്മളൊരു പേര് പറയും, അത് പറഞ്ഞാൽ പോളി എഥിലീൻ. അതെല്ലാം ചേർത്താൽ മതി. എഥിലീൻ സാർ ചേർത്തു, അതിന്റെ മുന്നിൽ പോളി ചേർത്തു, ഇനി ഇത്രയും സാധനം ചേർക്കണം. എഥിലീൻ ടെട്രാഫ്തലേറ്റ് എന്ന് ചേർക്കണം. ഓക്കെ,
ഇതാണ് പോളി എഥിലീൻ ടെട്രാഫ്തലേറ്റ്. ഓക്കെ, ഇതാണ് ഇതിന്റെ പേര്. ഇതിനെ ചുരുക്കി നമ്മൾ എന്ത് പറഞ്ഞു? പോളിസ്റ്റർ എന്ന് പറയും. പോളിസ്റ്റർ, പോളിസ്റ്റർ. ശരിയാ. അപ്പൊ പോളിസ്റ്റർ എങ്ങനെ ഉണ്ടായത്? രണ്ട് മോണോമർ ചേർന്നാണ്. ഏതൊക്കെയാണ് മോണോമറുകൾ? എഥിലീൻ ഗ്ലൈക്കോളും പിന്നെന്താണ് ടെട്രാഫതാലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിസ്റ്റർ ഉണ്ടാവുന്നത്. അപ്പൊ പോളിസ്റ്റർ എന്താണ്? ഒരു അഡീഷണൽ പോളിമർ ആണ്? അല്ല. എന്ത് പോളിമറാണ്? ഒരു കണ്ടൻസേഷൻ പോളിമർ. എന്താണ് കണ്ടൻസേഷൻ പോളിമർ? വ്യത്യസ്തമായ മോണോമറുകൾ ചേർന്നിട്ട് ഒരു പോളിമർ ഉണ്ടായാൽ. മനസ്സിലായോ? അതായത് ഒരേ മോണോമർ തന്നെ വേറെ വേറെ മോണോമർ ചേർന്നിട്ട് ഒരു പോളിമർ ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കും കണ്ടൻസേഷൻ പോളിമർ എന്ന് വിളിക്കും. നമുക്ക് എന്താ ഫിഷിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ പ്രോസസ്. ഒരു പ്രോസസ് ആണ്. ഇൻവോൾവ്സ് ഡിഫറെന്റ്, സെയിം അല്ല, ശ്രദ്ധിച്ചോ? ഡിഫറെന്റ് മോണോമേഴ്സ്. ശ്രദ്ധിക്കണം, അത് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ, ചേർന്നിട്ട് ടു ഫോംസ് ഉണ്ടാകുന്നു ലാർജർ കോമ്പൗണ്ട്സ്. അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ എന്താണ്? സെയിം മോണോമേഴ്സ് റിപ്പീറ്റഡ്ലി ആഡ് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഏത്? അഡീഷണൽ പോളിമേഴ്സിൽ. ഇവിടെ വരുമ്പോൾ വ്യത്യാസം എന്താണ്? സെയിം മോണോമർ അല്ല, ഡിഫറെന്റ് മോണോമേഴ്സ് കമ്പൈൻ ടുഗദർ, തമ്മിൽ ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? ലാർജ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു. വിത്ത് ദ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. റിമൂവൽ അത് മാത്രമാണ് ഉണ്ടാവുക? അല്ല, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വെള്ളം ഉണ്ടാവാം. യൂഷ്വലി വെള്ളമാണ് ഉണ്ടാവാറ്. മറ്റേതെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാവും. അത് ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ. ഓക്കെ, വളരെ കോംപ്ലിക്കേറ്റഡ് റിയാക്ഷൻസ് ആണ്. സോ വലിയ നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ള നൈലോൺ മാത്രം. അതിപ്പോ സാറ് പറഞ്ഞ എക്സാമ്പിൾ പോളിസ്റ്റർ ആണ്. പോളിസ്റ്ററിന്റെ മോണോമറുകൾ കാണാൻ പഠിക്കണം. എന്തൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോളും പിന്നെന്താ? ടെട്രാഫ്താലിക് ആസിഡ്. ഇത് രണ്ടും ചേർന്നുണ്ടാവും. അതിന്റെ പേരെന്തായി? ഈ എഥിലീനെ ഇത് പോളി ചേർക്കാം, പോളി എഥിലീൻ. ഇനി ഈ ടെട്രാഫ്താലിക് എന്നുള്ള സ്ഥലത്ത് ഫതലേറ്റ് എന്നാക്കാം. അത്രേ ഉള്ളൂ. കോമൺ ആയിട്ട് നമ്മൾ എന്ത് വിളിക്കും? പോളിസ്റ്റർ എന്ന് വിളിക്കും. ഞാനതൊരു എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഫീനോൾ. ഓർമ്മയുണ്ടോ? ഫീനോൾ നമ്മള് ബെൻസീൻ റിംഗിൽ OH വന്നു കഴിഞ്ഞാൽ ഫീനോൾ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീനോളാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു മോണോമർ ഫീനോളാണ്. ഫീനോൾ എന്ന് പറഞ്ഞ മോണോമറും മറ്റൊരു മോണോമർ എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഓർമ്മയുണ്ടോ? ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO ആണ്. മനസ്സിലായോ? അപ്പൊ CHO ചേർന്നത് എന്താണ്? ഫോർമാൽഡിഹൈഡ്. നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട്? ആദ്യത്തെ കോമ്പൗണ്ട് ആണ് കേട്ടോ. ഫസ്റ്റ് എന്താണ് നമ്മുടെ നെയിമിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. ഫോർമാൽഡിഹൈഡും ഫീനോളും ചേർന്നിട്ട് നമുക്ക് എന്തുണ്ടാവുന്നു? ഒരു പോളിമർ ഉണ്ടാവുന്നു. ആ പോളിമറിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ബേക്കലൈറ്റ്. BAKELITE. എപ്പോഴും എക്സാമിന് ചോദിച്ചു കാണാറുള്ള ഒരു സാധനമാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ബേക്കലൈറ്റ് എന്താണ്? ഫീനോൾ ഒരു മോണോമർ, രണ്ടാമത്തെ മോണോമർ എന്താണ്? ഫോർമാൽഡിഹൈഡ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് നമ്മൾ നേരത്തെ പോളിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ബേക്കലൈറ്റ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് പേരുണ്ടാവുമല്ലോ. എന്താണ് ആ പേര്? ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഇത് വളരെ ഈസിയാണ്. ഇത് രണ്ടും കൂടി ചേർത്താൽ മതി. അതായത് ഫീനോൾ ഫോർമാൽഡിഹൈഡ് നമ്മൾ എന്താണ്? റെസിൻ കൂടി ചേർക്കണം. റെസിൻ. ഓക്കെ, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. അപ്പൊ റെസിൻ എന്ന് പറഞ്ഞ വാക്കാണ് പുതുതായിട്ട് നിങ്ങൾ അവിടെ ചേർക്കേണ്ടേ ഉള്ളൂ. ഓക്കെ, ഒന്നുകൂടി സാറ് പറയാം. ബേക്കലൈറ്റ് ആണ് രണ്ടാമത്തെ എക്സാമ്പിള്. ബേക്കലൈറ്റ് ഉണ്ടാവുന്നത് വ്യത്യസ്തമായ രണ്ട് മോണോമറുകൾ ചേർന്നിട്ടാണ്, ഫീനോളും ഫോർമാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ അത് രണ്ട് ചേരുമ്പോൾ പേരെന്താ? ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ കൂടി ചേർക്കും. നേരത്തെ നമ്മൾ പഠിച്ചത് വ്യത്യസ്തമായ നമ്മൾ പോളി ഇതിലി പിന്നെന്താണ് എന്താണ് ടെട്രാഫ്തലേറ്റ് എന്ന് പഠിച്ചില്ലേ? അപ്പൊ അവിടെ ലേറ്റ് ചേർക്കില്ല. അതുപോലെ ഇവിടെ നമ്മൾ റെസിൻ ചേർക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിൾ പഠിച്ചു നോക്കുക, ബേക്കലൈറ്റ്. അടുത്ത എക്സാമ്പിൾ ആണ് മോനെ നമുക്ക് പഠിക്കാനുള്ള, അതായത് അതിന്റെ റിയാക്ഷൻസ് ഒക്കെ പഠിക്കാം. അടുത്ത എക്സാമ്പിൾ ആണ് നൈലോൺ 66. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഒരു സാധനം ഇടൂലേ? വളഞ്ഞാലും ഇടിഞ്ഞാലും കമന്നാലൊക്കെ എന്താണ്? കീറിപ്പോവില്ല അല്ലെ? സാധാരണ പാൻറ് ഇടാൻ പറ്റുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കീറിപ്പോവും അല്ലെ? അപ്പൊ നമ്മൾ എന്താണ്, ഇപ്പൊ നമുക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ പാൻറ്റും നിക്കറൊക്കെ ഇടാൻ. വെള്ളത്തിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഗലാൻഡിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ 3/4 ഒക്കെ എടുത്താണ് നമ്മൾ. അങ്ങനെ കീറൂല എന്ന് മാത്രമല്ല നല്ല നൈസാണ്, സുഖമാണ് അല്ലെ? അതാണ് നൈലോൺ 66. അടിപൊളി സാധനമാണ്. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നൈലോൺ 66 അതെങ്ങനെ ഉണ്ടാക്കും? അതിനും ഇതുപോലെ തന്നെ രണ്ട് മോണോമറുകൾ ഉണ്ടാവും അല്ലെ? ആ മോണോമറുകൾ ഏതൊക്കെയാണ്?
അതിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, അതിന്റെ റിയാക്ഷൻ എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒപ്പം തന്നെ ഈ പഠിപ്പിച്ച എക്സാമ്പിൾസിന്റെ ഒക്കെ യൂസസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് നൈലോൺ ആണ്. അപ്പൊ നൈലോൺ എന്താണ്? ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. ഇത് വെച്ചാൽ നൈലോൺ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള 2 മോണോമർ ചേർന്നിട്ടായിരിക്കും. അതിന്റെ പേര് പഠിക്കണം, സ്ട്രക്ചർ പഠിക്കണം, എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത്, അതിന്റെ റിയാക്ഷൻ, അതിന്റെ അതെല്ലാം പഠിക്കണം. പേടിക്കണ്ട, ഈസിയാണ്. ടെക്സ്റ്റ് ബുക്ക് തുറന്നിപ്പോ നോക്കല്ലേട്ടാ, കാരണം കണ്ടാൽ ഞെട്ടിപ്പോകും. ടെക്സ്റ്റ് ബുക്ക് തുറക്കണ്ട, സാറ് പഠിപ്പിച്ചതിന് ശേഷം പോയി ടെക്സ്റ്റ് ബുക്ക് തുറക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നൈലോൺ പഠിക്കാം. അപ്പൊ മക്കളെ, നമ്മൾ നൈലോൺ 66 പഠിക്കാൻ പോവുകയാണ്. നൈലോൺ എന്ത് പോളിമർ ആണ്? നൈലോൺ എന്ത് പോളിമർ ആണ്? കണ്ടൻസേഷൻ പോളിമർ. കാരണം 2 മോണോമർ ഉണ്ട്, സ്വാഭാവികമായിട്ട് 2 മോണോമർ ഉണ്ട്. അപ്പൊ മോണോമറിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സാധനമാണ് ഇത്, COH. ഇതെന്ത് സാധനം അറിയോ? കാർബോക്സിലിക് ആസിഡ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നന്നായി പഠിച്ചിട്ടുള്ള കുട്ടിക്ക് അറിയാം അല്ലെ? ഇത് വരുമ്പോൾ നമ്മൾ ഓയിക് ആസിഡ് എന്നൊക്കെ ചേർക്കും. അതുപോലെ നിങ്ങൾ പഠിക്കേണ്ടിയിരുന്ന ഒരു സാധനം വരുന്നു, പക്ഷെ നിങ്ങളുടെ സിലബസിൽ ഇല്ലായിരുന്നു. ഫങ്ഷണൽ ഗ്രൂപ്പാണ് NH2. നമ്മളത് അമൈൻ എന്ന് പറയും, അമൈൻ. ഇത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. എന്താണ്? COH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡ്, NH2 എന്ന് പറഞ്ഞാൽ അമൈൻ. ഇനി നിങ്ങൾക്ക് ഇത് അറിയാലോ, H2O. H2O എന്ന് പറഞ്ഞാൽ വാട്ടർ. ഓക്കെ, അതും നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? യെസ്. ഇനി 6 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഹെക്സ്. ഇതും നിങ്ങൾക്ക് ക്ലിയർ? യെസ്. ഇനി CH3 അല്ലേ, ഇതിന് നമ്മൾ എന്ത് പറയും? മീഥാൽ. ഇതും നിങ്ങൾക്ക് അറിയാം. ശരി. ഇനി 2 മീഥൈൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ഡൈ ചേർക്കും. 3 ഉണ്ടെങ്കിൽ ട്രൈ ചേർക്കും. 4 ഉണ്ടെങ്കിൽ ടെട്രാ ചേർക്കും. ഇതൊക്കെ നിങ്ങളുടെ ബ്രെയിനകത്തുള്ള ചില കാര്യങ്ങളാണ്, നിങ്ങൾ മുന്നേ കേട്ടിട്ടുള്ള, നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് വേർഡുകളാണ്. ഓക്കെ, യെസ്. അപ്പോ നൈലോൺ 66 ഉണ്ടാക്കണമെങ്കിൽ 2 മോണോമറുകൾ വേണം. അതിൽ ഒന്നാമത്തെ മോണോമറാണ് സാർ എഴുതുന്നത്. ഒന്നാമത്തെ മോണോമറിന്റെ പേര് അഡിപിക് ആസിഡ്. അഡിപിക് ആസിഡ്. അപ്പൊ ഇവിടെ ആസിഡ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് ഈ സാധനമാണ് വന്ന് ചെയ്യുന്നത്. കിട്ടിയോ? അപ്പോ COOH അത് 2 എണ്ണം ഉണ്ടാവും. ഈ COH നമ്മൾ ഇവിടെ എഴുതുമ്പോ C ഇത് എഴുതും, എന്നിട്ട് OOH ഇങ്ങനെ എഴുതുള്ളൂ. ലെഫ്റ്റ് സൈഡ് എഴുതും. റൈറ്റ് സൈഡ് എഴുതുമ്പോൾ COH എഴുതും. ഇവിടെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വായിക്കണം, COH. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നില്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നില്ലേ? അപ്പൊ അഡിപിക് ആസിഡിന്റെ ലെഫ്റ്റും റൈറ്റും ഈ സാധനമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതായിരുന്നില്ലേ? ആയിരുന്നു. ഓക്കെ. ഈ രണ്ടാമത്തത്, എന്റെ സെന്ററിൽ ഒരാളുണ്ട് സാർ, പറയാം. രണ്ടാമത്തത് ഹെക്സ മീഥാൽ. ഹെക്സ എന്ന് പറഞ്ഞാൽ എവിടെ എഴുതിയിട്ടുണ്ട്? ഹെക്സ എവിടെ? അല്ല, ഹെക്സാ മീഥാൽ. മെഥിലീൻ. ഡൈ അമൈൻ. ഇതാണ് രണ്ടാമത്തെ മോണോ. അപ്പൊ രണ്ടാമത്തെ മോണോ ഇച്ചിരി വലുതാണ്, ഇത് ഇച്ചിരി ചെറുതാണ്, അഡിപിക് ആസിഡ്. അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കേണ്ട ആളത് ഈ സാധനമാണ്, NH2. അപ്പൊ NH2, ഇവിടെ NH2. ഓക്കെ. ഇനി സെന്ററിൽ വരുന്നത് CH2, ഇവിടെയും CH2. ഇനി ഇതിനൊരു ബ്രാക്കറ്റ് ഇടാം. ഇവിടെ ഹെക്സ് എന്ന് കണ്ടല്ലോ, ഹെക്സ്. ഇവിടെ 6 ഇടാം, ഇവിടെ 4 ഇടാം. കഴിഞ്ഞ മക്കൾ, ദാറ്റ്സ് ഓൾ. ഓക്കെ, കിട്ടിയോ? ഞാൻ ഓർത്തിരിക്കാൻ നല്ല, ചിലപ്പോൾ കാണാൻ പഠിച്ച് ഓർക്കുന്നത് മതി. അപ്പോ അഡിപിക് ആസിഡിന്റെ ഫോർമുല ഇങ്ങനെയാണ്. 2 സൈഡിലും COH, നടുവിലൊരു CH2, അതിന് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് 4 എണ്ണം, CH2 4 എണ്ണം. ഇനി ഹെക്സാ മീഥൈലീൻ ഡൈഅമൈൻ എന്ന് പറയുന്ന രണ്ടാമത്തെ മോണോമറിൽ അമൈൻ ഗ്രൂപ്പ് 2 സൈഡിലും, നടുവിൽ CH2, അതിന്റെ 6 ശരിയാണോ നോക്കട്ടെ സാർ, തെറ്റിപ്പോയാലോ? കറക്റ്റാണ്. ഹെക്സാ മീഥൈലീൻ ഡൈഅമൈൻ. കിട്ടിയേ? ഇത്രയുള്ള സിമ്പിൾ. ഓക്കെ, ഒന്നുകൂടി നോക്കൂ. അഡിപിക് ആസിഡ് കിട്ടുന്നുണ്ട്. അഡിപിക് ആസിഡ് 2 സൈഡിലും COH കിട്ടി, നടുവിൽ CH2, അതിന്റെ താഴെ 4. COH CH2 4 കഴിഞ്ഞു. അടുത്തത് ഹെക്സാ മീഥൈലീൻ ഡൈഅമൈൻ. 2 സൈഡിലും അമൈൻ.
അമീനെ പഠിച്ചു നോക്കാം. അമീൻ NH2 നടുവിൽ CH2. പെട്ടെന്ന് വോയിസ് പോയി. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന എന്താണ് നമ്മളുടെ രണ്ടാമത്തെ മോണോമറിന്റെ പേരെന്തായിരുന്നു? രണ്ടാമത്തെ മോണോമറിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഹെക്സ എന്ന് പറഞ്ഞാൽ ആറ് മീഥൈൽ ഈ ഡൈഅമൈഡ്. അപ്പൊ രണ്ട് സൈഡിലും NH2, അത് ആലോചിച്ച് നോക്കുക. രണ്ട് സൈഡിലും NH2, നടുവിൽ CH2, ദെൻ അതിനെ കവർ ചെയ്ത് 6. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നൈലോണിന്റെ റിയാക്ഷനിലേക്ക് പോവാം. അപ്പോ നൈലോൺ 66. അപ്പൊ അതിന്റെ മോണോമർ സാർ ആദ്യം എടുത്ത് എഴുതുന്നത് മോണോമർ 1. ഫസ്റ്റത്തെ മോണോമർ നമുക്കറിയാലോ. എങ്ങനെയാണ് സാർ എഴുതാൻ പഠിപ്പിച്ചത്? CH2 ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ട് ഇവിടെ ഒരു 4, ഇവിടെ ഹൈഫൻ അല്ലെ? ഇത് രണ്ട് ബോണ്ടാണ്. ഇവിടെ വന്നു ചേരേണ്ടത് ആരാണ്? COOH, കാർബോക്സിലിക് ആസിഡ്. അതുപോലെ ഇവിടെ COOH. ഓക്കെ, ഇത് നമ്മൾ ഓർത്തിരിക്കുക. എന്താണ് ഇതിന്റെ പേര്? ഇതിന്റെ പേരെന്താണ്? ഈ മോണോമറിന്റെ പേരെന്താണ്? ഈ മോണോമറിന്റെ പേരാണ് അഡിപിക് ആസിഡ്. ഓക്കെ, ഇനി അടുത്ത ആള്, രണ്ടാമത്തെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? ഹെക്സ മീഥൈൽ ഡൈഅമൈഡ്. ഓക്കെ, വലിയൊരു പേരാണ് അല്ലെ? അപ്പൊ അതിനകത്ത് ഇതേപോലെ തന്നെ CH2 എഴുതുക. CH2 ഒരു ബ്രാക്കറ്റ് ഇടുക, താഴെ 6. ഈ ഹെക്സ എന്നുള്ള കാര്യം ഓർമ്മ വരുമ്പോ 6 ഓർമ്മ വരും. എന്നിട്ട് മക്കളെ നിങ്ങള് ഇവിടെ ഒരു വരയിടുക. ദെൻ അമൈഡ് NH2. ഓക്കെ, ഹിയർ NH2. ഇത് രണ്ടും കൂടി പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാനായിട്ട് ഒരു പ്ലസ് ഇടാം. ഇത് രണ്ടും തമ്മിൽ പ്രവർത്തിക്കും. ഇനി ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് വളരെ ഈസിയാണ് മക്കളെ. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് OH ആയിരിക്കും. OH. അപ്പൊ എവിടെ നിന്നൊക്കെ OH കളയുന്ന വെച്ചാൽ ഈ ഒരു OH-നെ എടുക്കുക, ഇവിടുന്ന് ഒരു OH-നെ എടുക്കുക. ക്ലിയർ? അപ്പൊ നമുക്ക് രണ്ട് OH ഇവിടുന്ന് നമുക്ക് കിട്ടും. OH പ്ലസ്. ഇനി ഈ ഒരു കോമ്പൗണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ എടുക്കുക. ഒരു ഹൈഡ്രജന്റെ ഇവിടെ നിന്ന് എടുക്കുക. അതുപോലെ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ എടുക്കുക. അപ്പൊ 2 തവണ ഹൈഡ്രജൻ വരും. ഹൈഡ്രജൻ കണ്ടോ? സാറ് ശ്രദ്ധിച്ചേക്കാ പറയണത്. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നിങ്ങൾ എടുക്കേണ്ടത് ഇവിടുന്ന് OH, ബാക്കിയുള്ള അവിടെ നിർത്താം. ആ OH കടക്കും. ഓക്കെ, ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഇവിടുന്ന് ഹൈഡ്രജൻ. അപ്പൊ 2 ഹൈഡ്രജനും പോയി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നിന്നുള്ള ഒരു OH-ഉം ഇവിടുന്ന് ഒരു ഹൈഡ്രജനും ചേരുമ്പോൾ എന്താവും? OH പ്ലസ് H2O. അതുപോലെ ഇവിടുന്ന് ഒരു OH-ഉം ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ചേരുമ്പോൾ എന്താവും? H2O. അങ്ങനെ പഠിച്ചു നോക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് രണ്ടും കളഞ്ഞിട്ട് ബാക്കിയുള്ള ആള്, ഇത് രണ്ട് സാറ് കളയണേ. ഇത് കളഞ്ഞു, ഇവിടുന്ന് ഇതും കളഞ്ഞു. ഓക്കെ, ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ കളഞ്ഞു, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ നിങ്ങളുടെ പോളിമറായി, നൈലോണായി. വളരെ ഈസിയാണ്. അപ്പൊ മക്കളെ ഒന്നുമില്ല, ഇതും കൂടി ചേർത്ത് വെച്ചാൽ മതി. പിന്നെ സാർ എഴുതാൻ ഇവിടെ OC എന്ന് എഴുതരുത്, CO എന്ന് എഴുതണം. CO, പിന്നെന്താണ്? CH2 4, വീണ്ടും CO. ഓക്കെ, പിന്നെ ഇതെടുത്ത് എഴുതാം. NH, CH2 6 NH. ഇങ്ങനെ നമ്മൾ ഇട്ടതിന് ശേഷം ഇവിടെ ഒരു വരിയിട, എന്ത് ഇവിടെ N ഇടാം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ അവിടെ N ഇടാം. ഈ രണ്ട് കോമ്പൗണ്ട് കൂടി ചേർത്ത് എഴുതാം. ഇതിന്റെ പേരാണ് നൈലോൺ. ഇതാണ് 66. ക്ലിയർ? അപ്പൊ ഒന്നുമില്ല, ആദ്യം അഡിപിക് ആസിഡ് എഴുതാം. അഡിപിക് ആസിഡ് എഴുതാനായിട്ട് CH2, താഴെ 4, രണ്ട് സൈഡിലും COH. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, കാർബോക്സിലിക് ആസിഡ്. രണ്ടാമത് ഹെക്സാമീഥൈൽ ഡൈഅമൈഡ് എഴുതാം. അതിന് വേണ്ടിയിട്ട് CH2 എഴുതിയിട്ട് അതിന്റെ താഴെ 6 എഴുതിയ ശേഷം രണ്ട് സൈഡിലും നിങ്ങൾ എന്താ ചേർക്കേണ്ടത്? അമൈഡ് ഗ്രൂപ്പുകൾ NH2 ചേർക്കണം. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ പുറത്തേക്ക് പോകേണ്ട ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന ഉൽപ്പന്നം വാട്ടറാണ്, H2O. അപ്പൊ H2 ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ COH-ന് OH പോയി അങ്ങോട്ട് വിചാരിക്കാം. ഓക്കെ, ക്ലിയർ? അങ്ങനെ നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കും. ഇവിടുന്ന് OH പോയി. ഇനി ഈ NH2-ല് H ഒരെണ്ണം പോയി, ഇവിടുത്തെ H പോയി. ബാക്കി ഇവിടെ ഉണ്ട്. കണ്ടോ? അപ്പൊ വളരെ ഈസിയാണ്, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ ബാക്കി ഇവിടെ OH പോയി കഴിഞ്ഞാൽ CO ഉണ്ട്, ഇവിടെ CO ഉണ്ട്. ഈ കോമ്പൗണ്ട് അങ്ങനെ എടുത്ത് എഴുതി. അതുപോലെ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, ബാക്കി NH ഉണ്ട്, ഇവിടെ NH ഉണ്ട്. അത് അങ്ങനെ എടുത്ത് എഴുതി. ക്ലിയർ ആണോ? ഇത് രണ്ടും കൂടി, അതായത് ഇതും കൂടി രണ്ടും കൂടി ചേർത്ത് എഴുതി. ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടു, ഇവിടെ ഒരു വരി ഇട്ടു, ഒരു N ഇട്ടു.
ഫിനിഷ്. ദാറ്റ് ഈസ് നൈലോൺ 66. എളുപ്പമല്ലേ? എളുപ്പമല്ലേ? എല്ലാവർക്കും മാർക്ക് വാങ്ങാലോ? വളരെ എളുപ്പമാണ്. ഇത് കൂടാതെ പുറത്തേക്ക് പോയ വാട്ടർ അതും കൂടി നിങ്ങൾ ഇതിനകത്ത് എഴുതണം. പ്ലസ് എൻ കുറെ വാട്ടർ മോളിക്യൂള് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. മക്കളെ ഇതാണ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അപ്പൊ എന്താ കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ പ്രത്യേകത? വ്യത്യസ്തമായ രണ്ട് മോണോമറുകൾ ചേർന്നിട്ട് ഒരു പോളിമർ ഉണ്ടാവുകയും ഒപ്പം തന്നെ എക്സ്ട്രാ പുറത്തേക്ക് ഒരു സ്മോൾ മോളിക്യൂൾസ് ഉണ്ട്, മറ്റു മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ വാട്ടർ ആണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നൈലോണിന്റെ കേസ്. രണ്ട് മോണോമറുകളുടെ പേര് പഠിക്കണം, അതിന്റെ സ്ട്രക്ചർ പഠിക്കണം, അത് രണ്ടും തമ്മിൽ ചേർന്നുണ്ടാവുന്ന നൈലോണിന്റെ സ്ട്രക്ചറും ആ റിയാക്ഷൻ എങ്ങനെയാണുള്ളത് എഴുതി പഠിക്കുക. ഇപ്പൊ സാറ് പറഞ്ഞ പോയിന്റുകളൊക്കെ വെച്ചിട്ട് അത് ഓർത്തിരിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച പോളിസ്റ്റർ, ബേക്കലറ്റ്, നൈലോൺ ഇതിന്റെ എല്ലാം യൂസസ് കൂടി പഠിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ അടുത്ത പാട്ട് വേണമെന്ന് കമന്റ് ചെയ്താലാണ് കുറച്ച് കൂടുതൽ കുട്ടികൾ നമ്മളിത് കാണത്തുള്ളൂ. എന്നാൽ മാത്രമേ സാറിന് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, മാത്രമല്ല നമുക്ക് ഇപ്പൊ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മെമ്പേഴ്സ് കാണാൻ പറ്റും. അതായത് നിങ്ങൾ സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 29 രൂപയ്ക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. സ്പോൺസർഷിപ്പ് ഉണ്ട്. 56 രൂപയ്ക്കുണ്ട്. നിങ്ങൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അത് മന്ത്ലി കൊടുത്തുകൂടി. ഇപ്പൊ നിങ്ങൾ ഒരു വർഷം അങ്ങനെ തരികയാണെങ്കിൽ തന്നെ 29 രൂപ എന്ന് പറഞ്ഞ മാസം ഒരു വർഷത്തേക്ക് 290 രൂപ ആവുള്ളൂ. ഒരു മാസം ട്യൂഷൻ ഫീസ് പോലും ആവില്ല. അത് തന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലൈവ് ആവുന്നതിന് മുന്നേ കാണാൻ പറ്റും. ഇപ്പൊ 7 മണിക്കാണ് നമ്മൾ ലൈവ് ഇട്ടെങ്കിൽ അതിന് മുന്നേ കാണാൻ പറ്റും. മനസ്സിലായോ? അത് നിർബന്ധമൊന്നുമില്ല. എല്ലാ വീഡിയോസും നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുള്ളൂ. പക്ഷെ അതിന് മുന്നേ കാണണമെന്നുണ്ടെങ്കിൽ സാറിനൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഭക്ഷ്യമൊക്കെ വാങ്ങണ്ടേ നമുക്ക്? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയോ രൂപ നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ കൊടുക്കുന്നു, സാറിന് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ബാഡ്ജ് വരും. മനസ്സിലായോ? 1 മാസം എത്തിയ ഒരു ബാഡ്ജ് വരും, 2 മാസം എത്തിയ വേറെ കളറായിരിക്കും ബാഡ്ജ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പഠിക്കാനുള്ളത് നൈലോണും അതുപോലെ തന്നെ പോളിസ്റ്ററും അതുപോലെ ബേക്കലറ്റിന്റെ യൂസസ് ആണ്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് യൂസസ് പഠിക്കാം. അപ്പൊ മക്കളെ നമ്മൾ പഠിച്ച നമ്മുടെ കണ്ടൻസേഷൻ പോളിമേഴ്സിന്റെ 3 യൂസസ് ആണ് പറയാൻ പോകുന്നത്. അതോടുകൂടി ഈ വീഡിയോ കഴിയും. അപ്പൊ ഇതും കൂടി ഒന്ന് കാണുക. ഓക്കെ, അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ വോയിസ് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ മൈൻഡിൽ നിൽക്കും. ഓക്കെ, നൈലോൺ 66. നൈലോൺ 66 എന്ന് പറയുന്നത് ഫാബ്രിക്സ്, നമ്മുടെ തുണികളൊക്കെ ഉണ്ടാക്കാൻ, കോമ്പ് നമ്മൾ ചീപ്പുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ബ്രിസ്റ്റിൽസ് ഓഫ് ബ്രഷസ്, ബ്രഷിന്റെ ഇങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കുന്ന ഭാഗങ്ങൾ തേക്കാനായിട്ട് അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. റോപ്സ്, നമ്മുടെ കയറുകള്, അതുപോലെ സീറ്റ് ബെൽറ്റ്, നമുക്ക് കാറൊക്കെ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ്, ഇതൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റ് സ്ട്രെച്ചിങ്, അതായത് ഇങ്ങനെ പൊട്ടി പോവില്ല, അത് തന്നെ റെസിസ്റ്റ് ചെയ്യും. ഇലാസ്റ്റിക്, വലിച്ചു നീട്ടാം, ഡ്യൂറബിൾ ആണ്, നമുക്ക് കൊണ്ടുപോകാം. പിന്നെ മെൽറ്റഡ് ആൻഡ് മോൾഡർ, നമുക്ക് ഒരിക്കൽ വേറെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതാണ് നൈലോൺ 66ന്റെ ഒരു യൂസസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത്. ഞാൻ അടുത്തത് ബേക്കലറ്റ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ബേക്കലറ്റ് ആയിരിക്കും. ഇലക്ട്രിക് സ്വിച്ച്, നിങ്ങളുടെ വീട്ടിലെ സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ, ആ സ്വിച്ചുകൾ ഉണ്ടാക്കാനായിട്ട്, പ്ലഗുകൾ ഉണ്ടാക്കാനായിട്ട്, അതുപോലെ പ്രഷർ കുക്കറിന്റെ ഹാൻഡിൽ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലേറ്റർ ആണ്, വൈദ്യുതിയെ കടത്തിവിടില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഒക്കെ ഇത് വെച്ച് ഉണ്ടാക്കുന്നത്. ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ചൂടായാലും ഇത് കയറി പിടിച്ചാലും നമുക്ക് എന്തെങ്കിലും നമുക്ക് കൈ ചൂടാവില്ല. നോൺ ഫ്ലെയിമിൽ കത്തുപിടിക്കൂല. അതുപോലെ തന്നെ റിജിഡ് ആണ്, ഹാർഡാണ്. റീസൺസ് ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി സാർ പറഞ്ഞതാണ്. യൂസസ് എന്തായാലും പഠിക്കണം. ഓക്കെ, അടുത്തത് 3ാമത്തെ വരുന്നത് പോളിസ്റ്റർ ആണ്. പെറ്റെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ടാക്കി പറയാം. ഇത് ഫാബ്രിക്സ്, പോളിസ്റ്റർ മുണ്ടുകളൊക്കെ കണ്ടില്ലേ, ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ടാർപ്പിളിൻ പായൊക്കെ ഇല്ലേ, നമ്മള് കല്യാണത്തിനൊക്കെ കിട്ടൂലേ ടാർപ്പിളിൻ പായ. അതുപോലെ ബോട്ടിൽസ്, നമ്മള് കുപ്പികളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ കുപ്പി ഉണ്ടാക്കുന്ന പറയുന്നത് നമുക്കറിയാലോ, കുപ്പി പൊട്ടി പോകാൻ പാടില്ല, ഇങ്ങനെ ചുരുങ്ങി പോകാൻ പാടില്ല. അപ്പൊ അതൊക്കെയാണ് അതിന്റെ ഒരു പ്രത്യേകത റീസൺസ് എന്ന് പറയുന്നത്. സ്ട്രോങ് ആയിരിക്കും, അധികം വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. നോൺ സിങ്കബിൾ ആണ്. നോൺ സിങ്കബിൾ അതായത് അത് നമുക്കിങ്ങനെ പിടിച്ച് പൊടിക്കാൻ പറ്റൂല. റീസൈക്കിൾ ആണ്, നമുക്ക് വീണ്ടും അത് ഒരിക്കൽ വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. റെസിസ്റ്റൻസ് വാട്ടർ ആൻഡ് കെമിക്കൽ, വെള്ളം അതിനകത്ത് നിറച്ചാലോ അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ടെങ്കിലോ അതിനകത്ത് യാതൊരു വ്യത്യാസവും വരില്ല. നമ്മൾ മരുന്നുകളൊക്കെ വാങ്ങുന്നുണ്ടല്ലേ, ബോട്ടിൽസ്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ യൂസസ് ഓഫ് നൈലോൺ 66, ബേക്കലറ്റ് ആൻഡ് പോളിസ്റ്റർ. സോ നമ്മൾ എന്താണെന്ന് പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ പഠിച്ചത് ഒന്ന് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ പോളിമറൈസേഷൻ. ഫസ്റ്റ് പോളിമറൈസേഷൻ. പോളിമറൈസേഷൻ എന്ന് പറയുമ്പോൾ കുറെ മോണോമറുകൾ ചേർന്ന് പോളിമർ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒത്തിരി പഠിച്ചു. അതിനകത്ത് 2 ടൈപ്പ് ഓഫ് പോളിമറൈസേഷൻ ഉണ്ട്, അഡീഷനും പിന്നെ നമ്മൾ പഠിച്ച അഡീഷണൽ പോളിമറൈസേഷനും അതുപോലെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ. അഡീഷൻ പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ മോണോമറിനെ ആഡ് ചെയ്ത് പോകുന്നതാണ് അഡീഷൻ.
കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വ്യത്യസ്ത മോണോമറുകൾ കൂടി ചേർന്ന് വലിയൊരു കോംപ്ലക്സ് പോളിമർ ഉണ്ടാവുന്നതാണ് കണ്ടൻസേഷൻ. അപ്പൊ ഇത് രണ്ടിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടൻസേഷനിൽ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് സ്മോൾ മോളിക്യൂൾസ് ഉണ്ടാവും, പക്ഷെ അഡീഷണൽ പോളിമേഴ്സിൽ അത് ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അഡീഷണൽ പോളിമേഴ്സ് നമ്മൾ ഒത്തിരി പഠിച്ചു, 5 പഠിച്ചു, അതിന്റെ യൂസസും പഠിച്ചു. അതുപോലെ തന്നെ കണ്ടൻസേഷൻ പോളിമേഴ്സിൽ 3 പ്രധാനപ്പെട്ടത് പഠിച്ചു, അതിന്റെ യൂസസും പഠിച്ചു. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ പോളിമേഴ്സിൽ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ പോളിത്തീൻ PVC-യുടെയും പഠിക്കണം, എഥിലീന്റെയും പഠിക്കണം, അതുപോലെ ടെഫ്ലോന്റെയും പഠിക്കണം. ഇവിടെ വരുമ്പോൾ നമ്മൾ നൈലോന്റെ മാത്രം റിയാക്ഷൻസ് പഠിക്കണം. അതെല്ലാം എഴുതി പഠിക്കണം. ഒരു 10 പ്രാവശ്യമെങ്കിലും എഴുതി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ വീഡിയോ കണ്ടുപോയാലും പിന്നീട് എപ്പോഴെങ്കിലും അതൊന്ന് റിവൈൻഡ് ചെയ്യണം കേട്ടോ. ആഴ്ച ഒരു തവണയെങ്കിലും ഒന്ന് റിവൈൻഡ് ചെയ്യണം, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്ര നേരം നമ്മൾ ഈ വീഡിയോ കണ്ട് ഇത് പഠിച്ച എല്ലാ കുട്ടികാർക്കും നന്ദി. അപ്പൊ നെക്സ്റ്റ് പാർട്സ് നമ്മൾ ഇടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ഇതിന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 50 പേരുണ്ടാവില്ല, എന്നിട്ട് 50 വ്യൂസ് വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലല്ലോ, നിങ്ങൾ ഷെയർ ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കുക. ഫ്രീ ആണ്, യാതൊരുവിധ പൈസയും നമുക്ക് തരേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ തുടർന്നുള്ള വീഡിയോസ് ഇടുക. ഓക്കെ, അപ്പൊ എല്ലാ വീഡിയോയിലും കമന്റ് ചെയ്തു എന്ന് വിചാരിച്ച് ഇതിന് കമന്റ് ചെയ്യാതിരിക്കരുത്. ഇതിന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മെമ്പറായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ടും കൂടി ഉണ്ടാവുമ്പോൾ സാറിന് വളരെ നന്നായിട്ട് ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സും മാത്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഈ വർഷം ഫുൾ നിങ്ങളൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി തരാനായിട്ട് ഫുൾ ടൈം തന്നെ നിൽക്കണം എന്നാണ് സാർ ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു വെരി മച്ച്.